കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഓ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, അങ്ങേക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും നേരം ഉണ്ടായിരിക്കട്ടെ. ഓ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ, യേശുവേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധന. ശിരസ് നമിച്ച് ഈശോയെ ആരാധിക്കാം. ആരാധന, 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 ആരാധന. കൈകൾ വീശി ഒന്ന് ചേർന്ന് പാടാം. ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്ന് പാടിക്കൊണ്ട് ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. കരങ്ങൾ വീശിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ വീശിക്കൊണ്ട് ഈശോയെ ആരാധിക്കാം. ആരാധന, കൈകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ, സ്തോത്രം ദൈവമേ. കർത്താവേ, അങ്ങ് കൃപകൾ ചൊരിയുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം. മാലാഖമാരുടെ റാണി, മുന്നിൽ നിന്നാഗതമായി രക്ഷദീപം സ്വസ്തി സർവ്വറാണി. മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി രക്ഷദീപം. ധന്യേ മഹത്വം പിറന്ന കന്യേ മനോഹരിതായേ, പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച
അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ മാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ പക്കൽ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ വിവിധ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ ദൈവശക്തിയും കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ സ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ സന്നിധാനത്തിലേക്ക് നിങ്ങൾ ഇന്ന് ദമ്പതി കൂടായ്മ കൂടാനുണ്ടായ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം ഭക്തിപൂർവ്വം കാഴ്ചവെക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കൃപയാകണമേ. ശ്രുതികടെ ഹാശീറാറാമി അപ്പം നമ്മൾക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന രീതിയിലാണ് പ്രത്യാശയുടെ ഒരു സാഹചര്യം. പ്രത്യാശ നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ അവെയറായിരിക്കണമെന്ന് കാര്യം നമ്മളാണ് പ്രത്യാശ നശിപ്പിച്ച് കളയണമെന്നാണ് വചനം പറയുന്നത്. വാട്ട് ദ പോയിന്റ്? പിടിയോ? ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്തു. ഉടമ്പടിയുടെ 4 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം ഉടമ്പടി സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ മറ്റു 2 കാര്യങ്ങൾ നടത്തിയത് കാരണം ഇപ്പോൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചേച്ചിയുടെ സാക്ഷ്യം ഞാൻ അകത്തിരുന്ന് കേൾക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ പ്രാർത്ഥന അവർക്ക് അതായത് ഉടമ്പടി വെച്ച കാര്യങ്ങൾ 1-2 നടന്നെന്ന് തോന്നണം. അതിനുശേഷം പുതിയ ഇഷ്യൂസ് പുതിയ ആ ഉടമ്പടിയിൽ ഇല്ലാത്ത പുതിയ സങ്കടങ്ങൾ കുടുംബത്തിലുണ്ടായപ്പോൾ ഉടമ്പടി പ്രാർത്ഥന വീണുപോയെന്ന് അവർ പറഞ്ഞു. പിന്നീട് അവിടെ 2ാമത് വന്ന് ഉടമ്പടി പ്രാർത്ഥന ചെയ്യണത്. ആ ഉടമ്പടി പ്രാർത്ഥന വീണു പോകാൻ കാരണം എന്താണ്? പ്രത്യാശ നശിച്ചു പോയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കർത്താവ് അങ്ങനെ പറയണത്. എന്താണ്? നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളായിട്ട് പ്രത്യാശ നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. അതാണ് ഹെബ്രായർ 10:35 ഏറ്റു പറഞ്ഞ് പ്രത്യാശ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. ഇപ്പം ഞാനിതിൻ്റെ കർത്താവിൻ്റെ ഒരു തൊണ്ടയായിട്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറയുന്ന വചനം ഈശോ പറഞ്ഞ വചനങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ ലൗദാത്ത് അല്ലെങ്കിൽ സ്വസ്ത്രഗീതം പാടി, തെദ്യവും പാടി. സ്വസ്ത്രഗീതം പാടുമ്പോൾ എന്ന് വെച്ചാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വസ്ത്രഗീതം ഭയങ്കര അഭിഷേകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രിഗോറിയൻ ചാണ്ട. അതിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും പാരലൽ ബൈബിളായിട്ട് ഒത്തിരിയേറെ ദൈവ അനുഭവമുള്ള
പിതാക്കന്മാർ പാട്രിയോട്ടിക് സോങ്സാണ്, പിതാവിൻ്റെ പാട്രിയാക്സിൻ്റെ സോങ്സാണിത്. അതായത് സഭയുടെ പിതാക്കന്മാരുടെ സോങ്സാണ്. അത് കർത്താവിനെ ഇതുപോലെ അറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ ഹൃദയത്തിൽ നിന്ന് അറിയാതെ വന്നുപോയ ആരാധന ഗീതങ്ങളാണ്. അത് നമ്മൾ പാടുമ്പോൾ സെയിം അഭിഷേകം നമുക്കുണ്ടാവും, പരിശുദ്ധാത്മാവ് ഉണരും. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പ്രാർത്ഥന കൂട്ടി പാട്ട് കയറ്റി വിടുന്നതിൻ്റെ കാര്യം ദൈവജനത്തിൻ്റെ മൊത്തത്തിലുള്ള എല്ലാവർക്കും, ഇപ്പോൾ കുറച്ച് പേർക്ക് ലൈവിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, കുറേ ആൾക്കാർക്ക് 100-300 പേർക്ക് ചിലപ്പോൾ ആദ്യം നല്ല പിക്കപ്പ് കിട്ടും. അപ്പോൾ അച്ഛൻ പിന്നെയും പാട്ട് കയറ്റി വിടുന്ന കാര്യം ഇതിൻ്റെ ഔട്ടർ ലെവലിൽ കിടക്കുന്ന ആൾക്കാരും അറിയാതെ പ്രാർത്ഥനയുടെ അരൂപിലേക്ക് വന്നാൽ നമുക്കതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്. കാര്യം വെച്ചാൽ പൊതുവെയുള്ള ദർശനങ്ങളും അഭിഷേകങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് കൂടും. പരിശുദ്ധാത്മ ഉണർവ് കൂടിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, എനിക്ക് കർത്താവ് വചനം തരും, നിങ്ങൾക്ക് കർത്താവ് കേൾക്കാനുള്ള ശ്രവണ അഭിഷേകവും തരും. എനിക്ക് വചനം തന്നുകൊണ്ട് മാത്രം ആയില്ല, എനിക്ക് വചനം തന്നുകൊണ്ട് മാത്രം. ഇപ്പം മൈക്രോഫോണുണ്ട്, ബോക്സുണ്ട്, നിങ്ങൾക്ക് ചെവി കേൾക്കാൻ പാടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാനിവിടെ എനിക്ക് ഇവിടെ മൈക്രോഫോൺ ഉണ്ട്, ബോക്സ്, നിങ്ങൾക്ക് അവിടെ ബോക്സ് ഉണ്ട് മേ ബി, പക്ഷേ നിങ്ങൾക്ക് കേൾക്കാൻ പാടില്ല. പൊട്ടി ചെവിയുള്ള ഒരാളാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ അലരിക്ക് ഗുണം കൊണ്ട് വല്ല ഗുണമുണ്ടോ? അപ്പം നമ്മൾ 50-50 ഞാനും ഇതിൻ്റെ പകുതിയാണ് കർത്താവിൻ്റെ ഉപകരണമായിട്ട് ഈ സമയം നിന്നുകൊണ്ട് കർത്താവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കണം. സംസാരിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് കേൾക്കണം. പകുതി നിങ്ങളുടെ കയ്യിലായിരിക്കണേ. നിങ്ങൾക്ക് ശ്രവണാഭിഷേകം ഉണ്ടാകണം. ഇപ്പോൾ ഈശോ തന്നെ എന്താ പറയണത്? കേൾക്കാൻ ചെവി ഉള്ളവരുമുണ്ട്, കേൾക്കാൻ ചെവി ഇല്ലാത്തവരുമുണ്ടെന്ന്, ഇല്ലേ? കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട, ഈ വചനം തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെ കേൾക്കണത്? ഈശോനെ തന്നെ കേൾക്കുന്നത്. ആര് വഴി? പരിശുദ്ധാത്മാവ് വഴി ഈശോനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഈ വചനം കേട്ട് വരുമ്പോൾ നമുക്ക് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ പടപടാന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം തടസ്സമെല്ലാം മാറണ കാണാം. പ്രത്യേകിച്ച് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ലൈവായി നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. ഉടമ്പടി ഇട്ടിരിക്കണ കാരണം ഓരോ ഉടമ്പടിയുടെ മേലും അമ്മയുടെ സൈനുണ്ട്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ വിഷയത്തിന് തീർപ്പുണ്ടായിരിക്കും, ഒരു സംശയമില്ല കാര്യങ്ങളിൽ. പിന്നെന്ന് പറയുന്നത് ചില വിഷയങ്ങളാണ്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ക്വസ്റ്റിനെ നമ്മൾ കൊണ്ട് ചേർത്തിട്ട് 1 കൊല്ലം കഴിയുമ്പോൾ IAS സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതിന് ടൈം എടുക്കും. അതിനാണ് അച്ഛൻ ഇവിടെ കൗൺസിലിങ്ങിന് ഇരിക്കുന്നത്. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് എപ്പോൾ തീരും, അല്ലെങ്കിൽ ആ ബ്ലോക്ക് തീർക്കാൻ എന്താ മാർഗം, ഇത് എന്നത്തേക്കാണ് ഇത് ഡേറ്റായി വരുന്നത്, ദൈവ പദ്ധതി ഇത് വരണം എപ്പോഴാണെന്ന് കൗൺസിൽ ചെയ്ത് മെസ്സേജ് എടുത്ത് പറയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. അപ്പോൾ ഇത് കുറച്ച് ലാഗ് ചെയ്യണ വിഷയമെന്ന് കുറച്ച് കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ് പോയിൻ്റ് നമ്മൾ ഉടനെ ഉടമ്പടിയിൽ ഒരു കാര്യം എടുത്ത് മാറ്റിയിട്ട് അടുത്ത കാര്യം പ്ലേസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ദൈവം നമ്മൾ അനുഗ്രഹിക്കും. കാര്യം ഇങ്ങനെ ഒരു അത്ഭുത പ്രാർത്ഥന ദൈവം തന്നപ്പോൾ നമുക്കുണ്ടാകണം എന്താണ്? ഉറപ്പാണ്. അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, ഉടമ്പടി ചെയ്തോ, പ്രാർത്ഥന മുടങ്ങി, പുതുക്കിയോ, ചോദിക്കും. എന്താ കാര്യത്തിൽ നമ്മളുടെ ഭാഗം ക്ലിയറായി ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടാക്കും. അല്ലെ പിന്നെ ഉടമ്പടി നമുക്ക് തരേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇതിൻ്റെ ചിന്തയെപ്പോലും സ്വപ്നത്തിൽ പോലും ഇല്ല. 48 കൊന്ത ചൊല്ലിയപ്പോഴാണ് 48ാമത്തെ കൊന്തയ്ക്ക് നാട്ടിലോട്ട് തിരിച്ചു പോരാൻ നേരത്താണ് അമ്മ എഗ്രിമെൻ്റ് എന്ന് പറയണത്. എൻ്റെ അമ്മ, എനിക്ക് ഞാൻ ഇപ്പോഴും ഓർത്തുകൊണ്ട് ആ നിമിഷം എന്ന് പറയണത് വല്ലാത്തൊരു നിമിഷമാണ്. ഞാൻ തിരിച്ചു പോയി, ട്രെയിന് പോട്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോയി, വീണ്ടും മാതാവിൻ്റെ മുമ്പിൽ നിന്ന് 4 കൊന്ത ചൊല്ലി. അപ്പോൾ വിജയകുമാർ 2 പോയിൻ്റ് എഴുതി. തിരിച്ചു വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് 8 പോയിൻ്റ് കൂടെ ചേർത്ത്. പിന്നെ അമ്മ അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഈ അടയാളങ്ങളെല്ലാം കൃപാസനത്തിൽ നിങ്ങൾ ഇപ്പോൾ 17 കൊല്ലമായി തുടങ്ങിയിട്ട്. പക്ഷേ നമ്മൾ അമ്മയുടെ പ്രത്യക്ഷീകരണം ഏറ്റുപറഞ്ഞതിന് ശേഷം, അത് പ്രഖ്യാപിച്ച ശേഷം ഉണ്ടായ മാറ്റങ്ങൾ മാത്രം മതി. അടയാളങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ന് 40 സാക്ഷ്യങ്ങളാണ്. 40 സാക്ഷ്യം ഉടമ്പടിക്ക് കിട്ടത്തില്ല. ഉടമ്പടിക്കല്ല, ഈ ദമ്പതി കൂട്ടായ്മയൊക്കെ വരത്തില്ല. ഇപ്പോൾ ഞങ്ങൾ ദമ്പതി കൂട്ടായ്മയൊക്കെ നടത്തുന്നതിന് മുമ്പ് അമ്മ മാതാവിൻ്റെ ഇപ്പോൾ 2015 നമ്മൾ അമ്മയുടെ പ്രത്യക്ഷീകരണം പ്രഖ്യാപിച്ചത്. 2004 നടന്ന സംഭവമാണ്. അന്ന് പ്രഖ്യാപിക്കാനുള്ള സമയമായില്ലായിരിക്കും. ഒരു പ്രത്യേക സന്നിധം വന്നപ്പോൾ അത് ഞാനിതുപോലെ അനുഗ്രഹപ്പാട്ട് ചെന്നപ്പോൾ എനിക്ക് അവിടെ കയറാൻ പറ്റാത്ത സാഹചര്യം വന്ന് ഞാൻ നേർച്ചയിടാതെ തിരിച്ചു പോയപ്പോഴാണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നത്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞു. അത് സഭയ്ക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് 320 പേജുള്ള വലിയ ബുക്കുകൾ സഭയെ ഏൽപ്പിച്ച് പഠിക്കാൻ വേണ്ടി സഭയ്ക്ക് സമർപ്പിച്ചു.
അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പഴയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ പിൻവലിച്ചു. പക്ഷേ പുതിയ പ്രത്യക്ഷീകരണം 1.5 കൊല്ലം കൊണ്ടാണ് ആ പുതിയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വന്നിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന സാക്ഷികൾ കണ്ടില്ലേ? പ്രത്യക്ഷീകരണ പ്രാർത്ഥന വയറ്റത്തൊട്ടിച്ച് കിടന്നെന്നൊക്കെ സാക്ഷ്യപ്പെടുന്നില്ലേ? ഞാൻ ഇന്നലെ ഇവിടെ ക്രൂസ് മിലാഗ്രസ് അങ്ങനെ ഒരു പള്ളിയിൽ അവരുടെ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ആൾക്കാർ അത്ഭുതക്കുരിശിൻ്റെ പള്ളിയിൽ ഒച്ചന്തുരിച്ചിൽ പോയി പ്രസംഗിച്ചപ്പോൾ അവിടെ ഒരു വിജയലക്ഷ്മി നിൽക്കുന്നുണ്ട്. അവളെ അമ്മയും കൂടെ നിൽക്കുകയാണ്. അവളെന്നോട് പറഞ്ഞത്, ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് കണ്ണുനീരോട് പറഞ്ഞ്, ഞാൻ മിണ്ടത്തില്ല, 35 കൊല്ലം എൻ്റെ അപ്പ കള്ള് കുടിക്കുന്നതാണ്, എൻ്റെ കുടുംബം തീർന്ന്. അപ്പ ഈ പ്രാർത്ഥന ഞാൻ ചെല്ലണം, അപ്പ അറിയണില്ല, ഞാനും അമ്മയും മാത്രമേ അറിയുന്നുള്ളൂ. അപ്പ എന്നോട് പറയണം കുടി നിർത്തിയെന്ന് പറയണമെന്ന്. അതായത് 24 മണിക്കൂറിനുള്ളിൽ ആ മനുഷ്യൻ വന്ന് മകളോട് പറയുന്നുണ്ടല്ലോ, മകളെ ഞാൻ കുടി നിർത്തിയെന്ന്. ഈ മനുഷ്യൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണതാവും മകൾ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ പള്ളി വന്ന് പ്രാർത്ഥിക്കണമൊന്നും ആ മനുഷ്യനെ അറിയത്തില്ല. അപ്പോഴെന്ന് വെച്ചാൽ നമ്മളെ അതായത് എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുതിയ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ഇപ്പം നിങ്ങൾ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കണില്ലേ ഇപ്പോൾ വെളുപ്പിനെ ആ പ്രാർത്ഥനകളുടെ മേലെ അമ്മ സീലി വെച്ചെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ അമ്മയോട് 1 മാസമായിട്ട് 2 മാസമായിട്ട് പറഞ്ഞു, അമ്മ പുതിയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇറങ്ങിയല്ല, അമ്മ എന്താ അതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞില്ല. പിറ്റേ ആഴ്ച മുതൽ സാക്ഷ്യങ്ങളാകാൻ തുടങ്ങി. ഗായത്രിയുടെ സാക്ഷ്യം അങ്ങനെ വന്ന സാക്ഷ്യമാണ്. ഗായത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തിരിമിന്നിപ്പോകുന്നു. തിരിമിന്നി നോക്കുമ്പോൾ മാതാവ് കൃപാസന മാതാവ് തിരിയുടെ ഉള്ളിൽ നിൽക്കുന്നു. അവളോട് ചെന്ന് ഭർത്താവിനെ വിളിക്കുന്നു. ഭർത്താവ് ബ്രാഹ്മണനാണ്. അയാൾ വന്ന് തിരിച്ച് നോക്കുമ്പോൾ മാതാവ് നിൽക്കുന്നു കൃപാസനത്തിൽ. അയാൾ മൊബൈലിലെടുത്ത് നമ്മൾ ആദ്യ ചൊവ്വാഴ്ച കണ്ടതാണ്, എല്ലാവരും യൂട്യൂബിലും കിടക്കുന്നുണ്ടത്. അതും പ്രത്യക്ഷീകരണം, വീണ്ടും ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന സാക്ഷി ഇന്ന് വന്നു. അതായത് അത് വെളുപ്പിന് നമ്മൾ ചെല്ലേണ്ടതാണ്. സൂര്യാസ്തമയത്തിന് മുമ്പാണ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലേണ്ടത്, പുതിയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ടാണ് സൂര്യാസ്തമയം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലേണ്ടത്. അതിൻ്റെ കോപ്പി വീട്ടിലത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ചെയ്താൽ ഉടനെ ചെയ്യേണ്ടത് അത് അപ്പോൾ തന്നെ നിങ്ങൾ ലാമിനേറ്റ് ചെയ്യുകയോ പ്ലാസ്റ്റിക് പേപ്പറിലാക്കുകയോ ചെയ്യണം. കാര്യം ഓരോരുത്തരുടെ ഉടമ്പടി പ്രാർത്ഥന കാണുമ്പോൾ അറിയാൻ പറ്റും. ചില ആൾക്കാർ അതിൻ്റെ അകത്ത് തിരിയൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട്, അത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളിത് ഇനിയിപ്പോൾ ഉടമ്പടി പ്രാർത്ഥന അമ്മയുടെ ജന്മദിനമാണ് 8-ാം തീയതി. 8-ാം തീയതി കഴിഞ്ഞാൽ ഉടമ്പടി പ്രാർത്ഥനയുടെ രീതി മാറും. 3 ദിവസമായിട്ട് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഉടമ്പടി നമ്മൾ ആഘോഷമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം ഉടമ്പടി ചെയ്യുന്ന വ്യക്തിക്ക് അറിയണം അവനതെന്താ ചെയ്യണമെന്ന്. ഇത് വെറുതെ കൊണ്ടുവന്ന് ചില കൗൺസിലേഴ്സിനെ കണ്ടിട്ട് കൗൺസിലേഴ്സിന് ചില സമയത്ത് ചില കൗൺസിലേഴ്സിന് ഒരു ബോധമില്ല, കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കണില്ല. കൃത്യമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കാത്ത എൻ്റെ പേരിൽ ചില ആൾക്കാരെ 3 പാപങ്ങൾ ഉപേക്ഷിക്കണില്ല. എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുമ്പോൾ ആ 3 പാപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു മനുഷ്യൻ്റെ മാന്യത കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ കെറ്റോട്ടടിക്കാത്തത്. കാര്യം ഉടമ്പടി ചെയ്ത കാര്യങ്ങളാണ്. 3 പാപങ്ങൾ ഉപേക്ഷിക്കാമെന്ന് നാം പറഞ്ഞിരിക്കണതാണ്. ആ 3 പാപങ്ങൾ ഉപേക്ഷിച്ചിരിക്കണം. ആ 3 പാപങ്ങൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന നോക്കി എടുക്കണം. എൻ്റെ അകത്ത് പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പറ്റുന്ന എടുക്കുക. അതിനുശേഷം ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ഉപവാസം ഉള്ളതാണ്. ഏതെങ്കിലും ഒരു നേരം ഉപവസിച്ചാൽ മതി. പിന്നെ 3-ാമത്തത് പ്രാർത്ഥന കൂടുക എന്നുള്ളതാണ്. 1-ാം ചൊവ്വാഴ്ച 3-ാം ചൊവ്വാഴ്ച 1-ാം ഞായറാഴ്ച ഉടമ്പടി പ്രാർത്ഥനയുള്ളതാണ്. ഏതെങ്കിലും ഒരെണ്ണം കൂടിയാൽ മതി. അപ്പം അതേസമയം തന്നെ ചില സമയത്ത് ഒരു മാസത്തിൽ ഒരു പ്രാർത്ഥന പോലും കൂടാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി ബ്രേക്കായി. പിന്നെ അച്ഛൻ ആ വ്യക്തിയെ സംസാരിക്കത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടി ബ്രേക്ക് ചെയ്തിരിക്കുന്ന ആളാണ്. പിന്നെ ചെയ്യേണ്ടത് തന്നെ പോയി കുമ്പസാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് നിങ്ങൾ ഉടമ്പടി ബ്രേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ചുകൂടി അത് ബുദ്ധിമുട്ടാവും. കാരണം അച്ഛന്മാർക്ക് അറിയത്തില്ലല്ലോ ഉടമ്പടി എന്താണെന്നും ഉടമ്പടി സംഭവിക്കണത് എന്താണെന്നും ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ അവർ കേൾക്കണില്ല. പക്ഷേ അവർ ഫേസ്ബുക്ക് ഓൺ ചെയ്യണമെങ്കിൽ അറിയാൻ പറ്റും. കാര്യം ഇവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും ലൈവായിട്ട് ഇപ്പം ഫേസ്ബുക്കിൽ ലോകം മുഴുവനുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ പ്രസംഗം ഉൾപ്പെടെ ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾക്ക് ഇപ്പോഴ് ഫേസ്ബുക്കിലൂടെ ലൈക്ക് ചെയ്തും മെസ്സേജ് ചെയ്തും ഷെയർ ചെയ്തും ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരുന്ന അനുഗ്രഹം പ്രാപിക്കുന്നവരുടെ മേൽ കർത്താവിന് കൃപയുണ്ടാകാൻ വേണ്ടി കൈവർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നും സാധ്യമല്ലാത്തവനെ എല്ലാം സാധ്യമായവന് കർത്താവ് ഇപ്പോഴും ഫേസ്ബുക്കിലൂടെ
വിവിധ രാജ്യങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങള്, പ്രാർത്ഥന ആവശ്യങ്ങള്, പ്രാർത്ഥന നിയോഗങ്ങള്, സങ്കടപ്പാടുകള് ഈ നിമിഷം കൃപാസനത്തിന് അൾത്താരയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈശോ നാമത്തില് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അപ്പൊ അനുഗ്രഹം അല്പം ലാഗ് ചെയ്താലും, ചില അനുഗ്രഹങ്ങൾ ലാഗ് ചെയ്താലും നിങ്ങൾ ഉടനെ പറയരുത് എൻ്റെ പാപം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനക്കുറവുണ്ട്. നിൻ്റെ പാപവും നിൻ്റെ പ്രാർത്ഥനക്കുറവുകളും ഒക്കെ ദൈവം ഇങ്ങനെ എണ്ണാനാണെങ്കിൽ എനിക്കും നിനക്ക് ഇവിടെ ജീവിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ അതല്ല, നമ്മളൊരു മനസ്സാക്ഷിക്ക് ദൈവത്തോടുള്ള സത്യസന്ധതയും വിശ്വസ്തതയും. അച്ഛൻ എപ്പോഴും പറയുന്ന വിഷയമാണ്, വെൻ വി ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ, വെൻ വി ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. നമ്മൾ സിൻസിയറായ കർത്താവ് സീരിയസ് ആകും, നമ്മൾ സീരിയസ് ആയാൽ കർത്താവ് സിൻസിയർ ആകും. ഉടമ്പടി പ്രാർത്ഥനയോട് നിങ്ങൾ കാണിക്കേണ്ട ഒരു നിലപാടതാണ്, ബി സീരിയസ് ആൻഡ് ബി സിൻസിയർ. ദൈവവും അതുപോലെ തന്നെയായിരിക്കും. കാരണം ദൈവത്തെ ശരണപ്പെട്ട് ദൈവമല്ലാതെ വേറെ ഒരു അല്പം നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതും പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്നതോ, പ്രാർത്ഥന ഇങ്ങനെ അഴകുഴമ്പം പരുവത്തിൽ ചിലട്ട ഏതായാലും ഉടമ്പടി ചെയ്തു പോയില്ലേ, പ്രാർത്ഥിക്കാതിരിക്കാൻ നിർവാഹമുണ്ടോ ഇല്ലയോ, നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ചെയ്തു പോകണത്, ഇങ്ങനെ ഈ വാദപ്പരിക്കാരെ പോലെ പ്രാർത്ഥിക്കണില്ലേ. ദാറ്റ് ഈസ് ഓൾസോ എഗൻസ്റ്റ് ദ ഫസ്റ്റ് കമാൻഡ്മെൻറ്റ്. ഒന്നാം കമാൻഡ്മെൻറ്റ് എതിരാണത്. അത് ഈ പ്രത്യാശയില്ലാതെ പ്രാർത്ഥിക്കണത് അഥവാ പ്രത്യാശ നഷ്ടപ്പെടുന്നത് എവിടെ, ആരിലുള്ള പ്രത്യാശയാണ് നഷ്ടപ്പെടുന്നത്? ദൈവത്തിലുള്ള പ്രത്യാശയാണ് നഷ്ടപ്പെടുന്നത്. വെൻ യു ലൂസ് ഹോപ്പ്, യു ലൂസ് ഹോപ്പ് ഇൻ ഗോഡ്. അതായത് നീ ലൂസ് ഹോപ്പായാൽ, പ്രത്യാശ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നീ ഓർക്കണം, നിൻ്റെ വിഷയത്തിലുള്ള പ്രത്യാശയാണ് നഷ്ടപ്പെടുന്നതാണ്. രണ്ട് പ്രത്യാശയുണ്ട് അല്ലേ? ഒന്നെന്താണ്, നീ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ നീ വിചാരിക്കണത് ആ വിഷയത്തിലുള്ള പ്രത്യാശയാണ്. ദൈവം കൗണ്ട് ചെയ്യണത് അങ്ങനെയല്ല. ദൈവം പറയണത്, ദൈവ പൈതലായ നിനക്ക് എന്നിലുള്ള വിശ്വാസം പ്രത്യാശ പോയെന്ന. ദാറ്റ് ഈസ് നോട്ട് സെൻസ്. അങ്ങനെ വരാൻ പാടില്ല. നമ്മുടെ കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും ദൈവത്തിലുള്ള നിന്റെ കാര്യത്തെക്കാൾ വലിയവനാണ് കർത്താവ്. കൈ അടിച്ച് കർത്താവ് നോട്ട് കൗണ്ട് യുവർ പാസ്റ്റ് ഫെയിലിയേഴ്സ്. നിന്റെ പഴയകാല പരാജയങ്ങൾ എണ്ണാതിരിക്കുക. പറഞ്ഞ മനസ്സിലായ? ബിസിനസ്സിൽ, ജോലിയിൽ, IELTS, ഇൻ്റർവ്യൂവിൽ കുറേ പഴയകാല പരാജയങ്ങളില്ലേ? ഡോണ്ട് കൗണ്ട് ദാറ്റ്. നിൻ്റെ പ്രത്യാശ ഹെബ്രായർ 10:35 അനുസരിച്ച് കൊണ്ട് പ്രത്യാശ നശിപ്പിച്ച് കളയരുതെന്ന് ദൈവം പറഞ്ഞാൽ, പ്രത്യാശ നശിപ്പിച്ച് കളയാൻ സാധ്യതയുള്ള വിഷയങ്ങളുണ്ട്. എന്താണ്? കൗണ്ട് പാസ്റ്റ് ഫെയിലിയേഴ്സ്. പഴയകാല പരാജയങ്ങളെ കൗണ്ട് ചെയ്യുക. കർത്താവ് ഒരു മനുഷ്യനോട് പറഞ്ഞതാണ്, ഡോണ്ട് കൗണ്ട് യുവർ പാസ്റ്റ് ഫെയിലിയേഴ്സ്. നിൻ്റെ പഴയകാല പരാജയങ്ങളെ നീ കൗണ്ട് ചെയ്യരുത്, നീ എണ്ണി നോക്കരുതെന്ന്. പ്രത്യാശ നശിപ്പിച്ച് കളയാതിരിക്കാനുള്ള ഒരു പോംവഴിയാണ്. ആരോടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? നിൻ്റെ പഴയകാല പരാജയങ്ങൾ എനിക്ക് കേൾക്കണ്ട എന്ന് ആരോടാ പറഞ്ഞത്? ആ ബെത്സയിദ കുളത്തിൻ്റെ കരയിൽ കിടന്ന കക്ഷിയിലെ ഒരു രോഗി. എന്നാ രോഗമായിരുന്നു അങ്ങർക്ക്? തറവാദം. എത്ര കൊല്ലം? 15 കൊല്ലമാ? കൊല്ലം കുറച്ച് 38 കൊല്ലം. പ്രൈസ് ദി ലോർഡ്. 38 കൊല്ലം ഈ മനുഷ്യൻ അവിടെ കിടക്കുക. ഈ മനുഷ്യനൊരു മരവിച്ച പരാജയം പോലെ കിടക്കുക, മനസ്സും ശരീരവും ഒരുപോലെ. അതിനയാൾ കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ മത്സര ലോകത്ത് മറ്റുള്ളവരുടെ കൂടെ മത്സരിക്കാൻ വേണ്ടി അയാൾക്ക് ആംബിയർ ഇല്ലെന്ന് അയാൾ പറയണത്. നോബഡി ടു സപ്പോർട്ട് മീ എന്നയാൾ പറയണത്. ഈ മത്സര ലോകമാണല്ലോ എല്ലായിടത്തും. ഇപ്പോൾ മത്സര പരീക്ഷയല്ലേ എല്ലാം, എൻട്രൻസ് തൊട്ടെല്ലാം മത്സര പരീക്ഷയല്ലേ. എവിടെ തുടങ്ങിയാലും മത്സര പരീക്ഷയാണ്. നമ്മുടെ ഒരു കൊച്ചിന് ഒരു വയസ്സായി കഴിഞ്ഞാൽ തന്നെ അന്ന് മുതൽ ഈ മത്സര ലോകം കൊച്ച് ഫീൽ ചെയ്യുകയാണ്. മത്സരമാണ്. അതുകൊണ്ട് തന്നെ സംഘർഷം കൂടുന്നുണ്ട്.
ഈ മനുഷ്യന് ഒരു വലിയ മത്സരത്തിലുള്ള ആളാണ്. പക്ഷെ മത്സരിക്കാൻ അയാൾക്ക് ആവതില്ല. അയാൾ പറയുന്നത് എന്താണ്? ഞാൻ പലരോട് ഈ 38 വർഷമായി ഈ ഭൂമി ജീവിക്കണേ, എൻ്റെ ജീവിത സാഹചര്യത്തിൽ എൻ്റെ കൂടെ മത്സരിക്കാൻ പറ്റാത്ത ആൾക്കാരുമായിട്ടാണ് എനിക്ക് മത്സരിക്കേണ്ടി വന്നിരിക്കുന്നത്. കാര്യം എന്താണ്? എനിക്ക് മത്സരിക്കാനുള്ള ആംബിയറില്ല. കാര്യം എനിക്ക് തളർവാദമാണ് എൻ്റെ രോഗം, പേശി മുഴുവൻ മരവിച്ചിരിക്കുക. എൻ്റെ ഭാര്യയാണ് പണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവരിപ്പോൾ ഉണ്ടായില്ലെന്ന് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ ഭാര്യ കൂടെ ഇല്ല. ദമ്പതി കൂട്ടായ്മയിൽ ഉള്ള ആൾക്കാർ ആണ് നമ്മൾ, ശ്രദ്ധിക്കണം. പണ്ട് ഭാര്യയെ കൂട്ടി നിന്ന് ബൈസ്റ്റാൻഡായിട്ട് നിന്നായിരുന്നു ഈ മനുഷ്യൻ്റെ കൂടെ, ഇല്ലേ? 38 കൊല്ലമൊന്നും നിൽക്കാൻ പറ്റത്തില്ല ഒരു ഭാര്യമാർക്കും. 38 കൊല്ലം പോയിട്ട് 30 കൊല്ലം പോലും ഭർത്താവിന് കൂടെ നിൽക്കാൻ പറ്റത്തില്ല. ഒള്ളി ജീസസ് അലോൺ. കൈയടിച്ച് കർത്താവിനെ സുടലിയ ഈ വലിയവരാകുന്ന കർത്താവേ, പരിശുദ്ധനാകുന്ന ദൈവമേ, ഹല്ലേലൂയ. നീ ഈ നിമിഷം കർത്താവിൻ്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കണം. നീ എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ കയ്യെ പിടിച്ചുകൊണ്ട് ഈശോനോട് പറയണം, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെന്ന്. എന്താ കാര്യം? നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മയെ തന്നിരിക്കണത്. കൈ അടിച്ച് കർത്താൻ ഇപ്പൊ 38 വർഷമായി ആ തലവായ രോഗിയായിട്ട് അവിടെ കിടന്ന വ്യക്തിയാണ് നീയെങ്കിൽ അയാൾ പറയണത് എന്താ പറയണ ഈശോനോട്? വെള്ളം ഇളകുമ്പോൾ തടിയുള്ളവർ, ത്രാണിയുള്ളവർ, സപ്പോർട്ടുള്ളവർ, പാർട്ടിയുള്ള ആൾക്കാർ, സംഘടനാ ബലമുള്ളവർ, കുടുംബ ബലമുള്ളവർ, മറ്റു തരത്തിലുള്ള വിദ്യാഭ്യാസ ബലമുള്ളവർ, പലതരത്തിലുള്ള സാമുദായിക ബലമുള്ളവർ എല്ലാവരും ചാടി കാര്യം സാധിക്കുന്നുണ്ട്. ഞാൻ ഇന്നെ സമുദായമില്ല, കാശുമില്ല, ആരോഗ്യമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആളുമില്ല, ഞാനിവിടെ ഒറ്റക്കാണെന്ന് പറയുമ്പോൾ അമ്മ പറയും, ബിഹോൾഡ് യുവർ മദർ. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, ഈ മത്സരത്തിൽ നിന്നെ ജയിപ്പിക്കാൻ എൻ്റെ സ്ഥാനത്തിൽ എൻ്റെ അമ്മയെ, ബിഹോൾഡ് യുവർ മദർ, എൻ്റെ അമ്മയെ ഞാൻ നിനക്ക് തരുന്നു. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കൃപാസനത്തിൽ നിന്ന് പോകുമ്പോഴേ ഇത് മനസ്സിലുണ്ടാകണം. കാരണം തലവാരോഗ്യ പോലെ ആയിരിക്കുന്ന എനിക്ക് ഈ മത്സര ലോകത്ത് സഹായിക്കാനും സന്ധിക്കാനും സപ്പോർട്ട് ചെയ്യാനും പിന്തുണക്കാനും ആരുമില്ലാത്ത എനിക്ക് ദൈവം തന്ന ബലവും ദൈവം തന്ന സപ്പോർട്ടുമാണ്, പിന്തുണയുമാണ് അമ്മയെന്ന്. അതുകൊണ്ട് തന്നെ ഈശോനെ പ്രാർത്ഥിക്കുക. ഈശോയെ ദിവ്യകാരുണ്യമേ, അമ്മയെ നൽകിയതിന് നന്ദി പറയുന്നു. അമ്മയുടെ വിശ്വാസം, അമ്മയുടെ പ്രത്യാശ, അമ്മയുടെ ദൈവസ്നേഹം എന്നിലേക്ക് ആവഹിക്കണമേ. അമ്മയുടെ വിശ്വാസം, അമ്മയുടെ പ്രത്യാശ, അമ്മയുടെ സ്നേഹം എന്നിലേക്ക് ആകർഷിക്കണമേ, ആവശ്യിക്കണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ദൈവം തന്നോരമ്മ. യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ദൈവത്തിനമ്മ. അമ്മേ ആശ്രയനേ, അമ്മേ ശാശ്വതനേ, അമ്മേ ആശ്രയനേ, അമ്മേ ശാശ്വതനേ. മക്കളാൽ ഞങ്ങൾക്കെന്ത് ആനന്ദമേ, മക്കളാൽ ഞങ്ങൾക്കെന്ത് ആനന്ദമേ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ദൈവത്തിനമ്മ. ചില ആൾക്കാർ, പുതിയ ആൾക്കാർ ഓർക്കുവേ, ഇതെന്നാ അച്ഛനെ കാണിക്കണത്? അച്ഛൻ ദിവ്യകുർബാന ഇടുന്നിട്ട് ചോദിച്ചുകൊണ്ട് മാതാവിൻ്റെ പാട്ട് പാടുക. ദിവ്യകാരുണ്യം എവിടെയാണ് ആദ്യം രൂപപ്പെട്ടത്? അമ്മയുടെ ഉദരത്തിലല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തുതികൾ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ അമ്മ പ്രസംഗങ്ങളിലാണ് കൂടുതൽ. വൈക്കത്ത്, ഒച്ചന്തുരുത്തിൽ, അതുപോലെ തന്നെ തുമ്പോളിൽ, അർത്തിങ്കൽ, വടക്കേശ്വരാനതൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ അമ്മ ശുശ്രൂഷകളാണ് നടന്നുകൊണ്ടിരിക്കണം മുഴുവനും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പ്രത്യാശയെ എങ്ങനെ നശിപ്പിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ്. ഇപ്പം ഹെബ്രായർ 10:35 പറയണത് പ്രത്യാശ നിങ്ങൾ നശിപ്പിക്കരുതെന്നാണ്. അപ്പം നിങ്ങൾ എന്നതിനാണ് ഇപ്പോഴും പരിശുദ്ധാനം ഊന്നൽ കൊടുക്കേണ്ടത്. കാര്യം നമ്മളാണ് പ്രത്യാശ നശിപ്പിക്കുന്നത്. എന്നിട്ട് ഈശോ അത് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ പറയുന്ന വിഷയത്തിലല്ല, വെൻ യു ലൂസ് ഹോപ്പ് ഇൻ മീ എന്ന് പറഞ്ഞു ഈശോ. ഇപ്പോഴും അങ്ങനെയല്ലേ സുവിശേഷിച്ചത്? പ്രത്യാശ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വിഷയത്തിലുള്ള പ്രത്യാശയാണ് നഷ്ടപ്പെടുന്നത്, അല്ല, നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസമാണ് പ്രത്യാശ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് പ്രത്യാശ നശിപ്പിച്ച് കളയരുതെന്ന് പറയണത്. പ്രത്യാശ നശിപ്പിച്ച് കളഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിഷയത്തിലുള്ള പ്രത്യാശയല്ല പോണത്, ദൈവത്തിലുള്ള പ്രത്യാശയാണ് പോണത്. ഇതൊരു സീരിയസ് വിഷയമാണ്. നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടെ ധരിച്ചിരുന്നത് ആ വിഷയത്തിൽ മാത്രമേ ആ വചനത്തിന് പരിധിയുള്ളെന്നാണ്. ഇപ്പോൾ ഈശോ പറയണത് അങ്ങനെയല്ല. വെൻ യു ലൂസ് ഹോപ്പ് ഇൻ മീ. നിങ്ങൾ ഒരു വിഷയബന്ധിയായിട്ടാണ് പ്രത്യാശ വരുന്നുണ്ടെങ്കിലും അത് കർത്താവിന് ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ നിൻ്റെ ഒരു വിഷയം കർത്താവിനോട്, ഇപ്പോൾ നിൻ്റെ ടെസ്റ്റുകൾ, നിൻ്റെ ഇൻ്റർവ്യൂ, നിൻ്റെ ജോലി, അല്ലെങ്കിൽ നിൻ്റെ ജപ്തി നടപടികൾ, അല്ലെങ്കിൽ നിൻ്റെ രോഗങ്ങൾ, ആ വിഷയം ഈശോയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പ്രത്യാശ വെച്ച് പോയാൽ ആ വിഷയത്തിലല്ല പ്രത്യാശ പോണത്, പിന്നെ ഏതെല്ലാം ഈശോയിലുള്ള പ്രത്യാശയാണ് പോണത്. ദാറ്റ് ഈസ് ഡേഞ്ചറസ്. മനസ്സിലാകുന്നുണ്ട് അച്ഛൻ പറയണത്? അതായത് നമ്മളിപ്പോൾ ഒരു ഷുഗർ രോഗം, ഇപ്പോൾ ആ ചേച്ചി ഒരു അവസാന സാക്ഷ്യം പറഞ്ഞില്ലേ, ഷുഗർ രോഗം. അവരുടെ ചൂടുവെള്ളം അവിടെ കാലേ വീണേ. അത് നേരത്തെ അവർ പറയണത് ചെറിയൊരു കൊതുക് കുത്തിയാൽ പോലും അവിടെ പഴുത്തിട്ട് ഷുഗറുള്ള കാരണം പഴുത്ത് പോകുന്ന. ഇപ്പം ചൂടുവെള്ളം വീണിട്ട് പഴുത്തിട്ടില്ല. ദാറ്റ് മീൻസ് എന്താണ്? ആ ഹീലിംഗ് ഈശോ അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് അർത്ഥം. കൈ ഇടിച്ച് കർത്താവോട് യേശു സ്തോത്രം, യേശു സ്തോത്രം. അപ്പോൾ ഇതുപോലുള്ള മഹാകാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ആ ഓൾ ഓൺ എ സഡൻ നമ്മൾ പ്രാർത്ഥിച്ചു ഉടനെ തന്നെ നമ്മൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ കർത്താവിന് ഡേറ്റ് കൊടുക്കരുത്. കർത്താവ് ഡേറ്റ് തരണം. ഈ സമയത്തിൻ്റെ ഒരു വിഷയം എന്ന് പറയണത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രത്യാശ സമയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ സമയമല്ല, പിന്നെ ദൈവത്തിൻ്റെ സമയമാണ്. നമ്മളെ പ്രത്യാശ നശിപ്പിച്ച് കളയണത് നമ്മളുടെ സമയം നോക്കിയാണ്. വീട് വെക്കാനായാലും ശരി, ലോൺ എടുക്കാനായാലും ശരി, ജോലി കിട്ടാനായാലും ശരി. ഇപ്പോൾ തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ലേ, 2002 TTC പാസ്സായ ആളാണ്. ഇക്കാലങ്ങളിൽ എത്രയോ ടെസ്റ്റുകൾ അവർ എഴുതിയിരിക്കുന്നത്. പക്ഷേ 2016 വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ 17 അമ്മക്ക് ജോലി കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ ഇത്രയും സ്പീഡായിട്ടാണ് വിഷയം ഇടപെടുന്നത്. ഞാനമ്മ ചിന്തിക്കുകയായിരുന്നു, അവർ രണ്ടുപേരും ഉടമ്പടി ചെയ്യാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നും അവർ ജോലിയില്ലാത്ത ആൾക്കാരായിട്ട് നടന്നു പോയേനും. പക്ഷെ അങ്ങനെ സ്പീഡായിട്ട് അമ്മ വിഷയത്തിൽ ഇടപെടുമ്പോഴും ദൈവപൈതലൊരു കാര്യം ചിന്തിക്കണം. എല്ലാത്തിനും ഇങ്ങനെ സ്പീഡ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഡേറ്റ് ഇടരുത്. നമ്മുടെ വിഷയത്തിൻ്റെ സമയം ദൈവത്തിന് നിശ്ചയിച്ച് നമ്മൾ കൊടുക്കരുത്. പ്രത്യാശ ലൂസ് ചെയ്യാൻ പോണം അങ്ങനെയാണ്. മറിച്ച് ദൈവം ഫിക്സ് ചെയ്യേണ്ട സമയം ദൈവം ഫിക്സ് ചെയ്യേണ്ട. പിന്നെ സമയത്തിൻ്റെ മേലെ അമ്മയ്ക്കൊരു അധികാരമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ബൈബിൾ പറയണത് സമയം ദൈവത്തിൻ്റെതാണെന്ന് പറയും, അല്ലേ? അമ്മയുടെ കാലം വന്നപ്പോൾ ആ ഒരു അധികാരത്തിൽ അമ്മയ്ക്കൊരു അധികാരം കൊടുത്തിട്ട് പറയണത്, മദർ യു ക്യാൻ ഓൾസോ ഫിക്സ് ടൈം, അല്ലേ? ഈശോ അമ്മയുടെ കാലം വന്നപ്പോൾ ബൈബിൾ പറയണത് സമയം ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കാലം വന്നപ്പോൾ അമ്മയ്ക്കൊരു അധികാരം കൊടുത്ത്, എന്താണ്? സമയത്തിന്. മദർ യു ക്യാൻ ഓൾസോ ഫിക്സ് ടൈം എന്ന് പറഞ്ഞു. എവിടെ വെച്ചാൽ അത് പറയണത്? നിനക്ക് സമയം നിശ്ചയിക്കാമെന്ന്. അതെവിടെ വെച്ചാൽ പറയണത്? കാനായിലെ കല്യാണത്തിൽ, അല്ലേ? സമയമായില്ല എന്ന് ഈശോ പറയുമ്പോൾ അമ്മ ആ സമയം ഫിക്സ് ചെയ്തിട്ട് പിന്നെ ഈശോ അത് ചേഞ്ച് ചെയ്യാൻ നോക്കിയില്ല. ഒരിക്കൽ അമ്മ സമയം ഫിക്സ് ചെയ്താൽ
ഈശോ ചേഞ്ച് ചെയ്യത്തില്ല. അതാണ് അമ്മ. ശ്രുതികട ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞങ്ങളിൽ വീഞ്ഞു തീരും മുമ്പേ ഓടിയെത്തും അമ്മ, ഞങ്ങളിൽ വീഞ്ഞു തീരും മുമ്പേ ഓടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ. ദൈവം തന്നവ അമ്മേ ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. ആശ്രയമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, വീശിക്കൊണ്ട് അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാൽ ഞങ്ങൾക്ക് ആനന്ദമേ, മക്കളാൽ ഞങ്ങൾക്ക് ആനന്ദമേ. ദൈവം തരുന്നമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. Praise the Lord. Praise the Lord. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് അമ്മയുടെ മുമ്പിൽ. കാര്യം നമ്മുടെ രോഗങ്ങളുടെ മേലായ ശരി, ജപ്തി നടപടികളുമായ ശരി, അത് ചിലപ്പോൾ 2000 രോഗങ്ങൾ, നിൻ്റെ രോഗങ്ങൾ ചിലപ്പോൾ 2020 വരെ പോകുന്ന രോഗങ്ങളാണെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ സമയം കുറച്ച് കൊണ്ടുവന്ന് 2017 വെക്കാൻ പറ്റും. അതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. മനസ്സിലായില്ല? അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരം കൊടുത്തിരിക്കുന്ന കാരണം ഇപ്പം നിൻ്റെ ജോലി, നിൻ്റെ വിസ, അല്ലെങ്കിൽ നിൻ്റെ വിസ പ്രോസസ്സിങ്, ഇങ്ങനെയുള്ള എല്ലാ, നിൻ്റെ വസ്തു വിൽപ്പന, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളുടെ മേലും അമ്മയ്ക്ക് സമയം ഫിക്സ് ചെയ്യാൻ പറ്റും. കാര്യം ഭൗതികമായ നിലനിൽപ്പ്, ഭൗതിക സാഹചര്യങ്ങളുടെ പരിങ്ങൽ ഇല്ലാത്ത അവസ്ഥ, ഭൗതിക സാഹചര്യങ്ങളില്ലേ, വീട്, ജോലി, വിവാഹം, കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള ഭൗതിക സാഹചര്യങ്ങളില്ലേ, വസ്തു, അതിൻ്റെ പോരായ്മ, ഇല്ലായ്മ, വല്ലായ്മ, ഇതെല്ലാം അമ്മയ്ക്ക് അധികാരപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നിയമം ഈശോ പരസ്യ ജീവിതം സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഭൗതിക സാഹചര്യം പരിമിതമാണ്. വീടില്ല, ജോലിയില്ല, ആരോഗ്യമില്ല, ക്ഷീണമാണ്, ഇങ്ങനെ കുറേ ഭൗതിക സാഹചര്യങ്ങളില്ലേ. ഈ ഭൗതിക സാഹചര്യങ്ങളുടെ മേലെല്ലാം അമ്മയ്ക്ക് അധികാരം കൊടുത്തുകൊണ്ടും അത് സൈൻ ചെയ്തിട്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. കൈ അടിച്ച് കർത്താസുള്ള ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. അതുകൊണ്ട് ഇപ്പം എന്താ സംഭവിക്കുന്നത്? കാനായിലെ കല്യാണത്തിൽ ഈശോ വെള്ളത്തെ വീഞ്ഞാക്കി കുടുംബത്തെ സന്ധി നിർത്തുമ്പോൾ നമ്മൾക്ക് എന്താ അനുഭവിക്കണത്? അമ്മ വഴി ദിവ്യകാരുണ്യം നമ്മളിലേക്ക്. പ്രൈസ് ദ ലോർഡ്. അല്ലേ? ദിവ്യകാരുണ്യം, ദൈവത്തിൻ്റെ കാരുണ്യം, ഈശോൻ്റെ കാരുണ്യം, അമ്മ വഴി ദിവ്യകാരുണ്യം നമ്മളിലേക്ക്. കൃപാസനം ആരാധനയുടെ അന്തസത്ത അതാണ്. കാനായിലെ കല്യാണത്തിൽ ദിവ്യകാരുണ്യം നമുക്ക് കിട്ടിയത്, ആ കുടുംബത്തിന് കിട്ടിയത് പരിശുദ്ധ അമ്മ വഴിയാണെങ്കിൽ, ഉടമ്പടി പ്രാർത്ഥന വഴി, കൃപാസനം പ്രാർത്ഥന വഴി, അമ്മ വഴി ദൈവകാരുണ്യം നമ്മളിലേക്ക്. സ്തുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കട്ടെ. കർത്താവേ, ഉടമ്പടി പ്രാർത്ഥനയോട് നന്ദി പറയുന്ന കർത്താവേ, ദശവത്സര പ്രാർത്ഥനയോട് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ, ഉടമ്പടിച്ച എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹെബ്രായർ 10:35. പ്രത്യാശ പഴയകാല പരാജയങ്ങളെ എണ്ണുമ്പോഴാണ് പ്രത്യാശ നശിച്ചു പോണത് ഒരു കാര്യത്തിൽ. അപ്പം ആ തറവായോഗി എന്താ പറയണത്? ഞാൻ പല പ്രാവശ്യം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കി, അപ്പോൾ ഒക്കെ ഞാൻ പരാജയപ്പെട്ടു. ഇല്ലേ? എന്താണ് ഞാൻ പരാജയപ്പെടാൻ കാര്യം? എനിക്ക് സഹായിക്കാനോ സന്ധിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ എനിക്കാരുമില്ലായിരുന്നു. ഈ ആരുമില്ലായിരുന്നുവെന്ന് ഈ മത്സര ലോകത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നുവെന്നുള്ള ഈ പാസേജ് എടുത്തുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇനി അങ്ങനെ പറയണമെന്നില്ല, നീ തിരിച്ച് മനസ്സിലാക്കണം,
ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളെ തന്നിട്ടുണ്ട്, അതാണ് എൻ്റെ അമ്മയെന്ന് പറഞ്ഞാണ് ഈ ആരാധന പുരോഗമിക്കുന്നത് ഇല്ലേ. പരിശുദ്ധാത്മാവ് ബ്രദറിന് കറക്റ്റ് പാട്ടും കൊടുക്കുകയും ചെയ്ത്. ഇപ്പോഴും നമ്മൾ വരുന്നത് കൗണ്ട് നോട്ട് യുവർ ഫാസ്റ്റ് ഫെയിലിയേഴ്സ്. ആ മനുഷ്യൻ കഴിഞ്ഞ കാലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പരാജയങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പോഴ് ഈ നമ്മൾ കഴിഞ്ഞു പോയ പത്രത്തിലൊരു സാക്ഷ്യമുണ്ട്. എന്താ സാക്ഷ്യം? 8 കൊല്ലം അയാൾ IELTS എഴുതി. 8 കൊല്ലം അയാൾ IELTS 8 കൊല്ലം 4 കൊല്ലം എഴുതുമ്പോൾ തന്നെ മനുഷ്യൻ്റെ 60,000 രൂപയും നഷ്ടപ്പെടും, മനുഷ്യൻ്റെ ഒരു ധൈര്യവും പോകും. 8 കൊല്ലമാണ് 8 IELTS ആണ് ആ മനുഷ്യൻ എഴുതിയിരിക്കണത്. ആ ചമ്പക്കുളത്തുകാരൻ കഴിഞ്ഞ പത്രത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ, ആഗസ്റ്റ് മാസ പത്രത്തിൽ. അതായത് 8 IELTS എഴുതി, പരാജയപ്പെട്ടു. അവസാനം എന്ത് ചെയ്ത്? അദ്ദേഹം വന്ന് ഉടമ്പടി ചെയ്തു. 9ാമത് IELTS അമ്മ പാസ്സാക്കുക മാത്രമല്ല ചെയ്യരുത്, അദ്ദേഹത്തിന് ആ മാസം തന്നെ കാനഡയിൽ ജോലിയും കൊടുത്ത് വൈഫിന് വിസയും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തായാലും മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ട് നോട്ട് യുവർ ഫാസ്റ്റ് ഫെയിലിയേഴ്സ്. കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളൊന്നും എണ്ണരുത്. അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അമ്മ വഴി ഈശോൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിൻ്റെ പരാജയങ്ങൾ ഇതിനാലെ അങ്ങ് മാറുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? എനിക്കിപ്പോൾ എൻ്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ടുള്ള ആരുമില്ല, വൈഫാനുണ്ടായിരുന്നത്, അവരും പോയി, ഈ നാട്ടുകാരും ഇല്ല, ബന്ധുക്കളില്ല, പരിചയക്കാർ പോലും ഇല്ല ഈശോ എനിക്കെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. എനിക്ക് ആളില്ലെന്നല്ല പറഞ്ഞത്. ആളില്ലേ, ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരു പരിചയക്കാരനെങ്കിലും വേണ്ടേ? അയാൾ ഈശോയോട് നേരിട്ട് പറയണയുടെ അവസ്ഥ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്കൊരു പരിചയക്കാരൻ പോലുമില്ല ഈശോ. 38 കൊല്ലമായി ഞാൻ ഇവിടെ കിടക്കണത്. ഞാനിവിടെ ഓരോ ട്രൈ ചെയ്യുമ്പോൾ എല്ലാ ട്രൈയും എററായി മാറുകയാണ്. എല്ലാ ട്രൈയും എല്ലാ പരിശ്രമങ്ങളും എല്ലാം പരാജയമായി മാറുകയാണ്. ഈശോ മിണ്ടിയില്ലല്ലോ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പരിശ്രമങ്ങളുണ്ടാകുമെന്നും പരിശ്രമങ്ങൾ പരാജയപ്പെടുമെന്നും നമ്മൾ നിരാശയിൽ പടുകുഴിയിലാകുമെന്ന് അറിയുമ്പോഴൊക്കെ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുമെന്ന്. പഴയ കാര്യങ്ങൾ നീ ഓർക്കുകയേ വേണ്ടെന്ന്. ഐസയായുടെ 53 തിരുവചനം 18-19. ഐസയ 43 തിരുവചനം 18-19. അതായത് പഴയ കാര്യങ്ങളും പരാജയ കാരണങ്ങൾ നീ ദൈവതിരുസ്ഥിതി നിൽക്കുമ്പോൾ, സത്യദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നീ ഓർക്കുകയേ വേണ്ട. വൈ? കാരണം ഞാനൊരു പുതിയ കാര്യം ചെയ്യുമെന്ന്. കൈയടിച്ച് കർത്താവേ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോടും എന്നോടും പറയുന്നത് എന്താണ്? പഴയ നോട്ട് കൗണ്ട് യുവർ ഫാസ്റ്റ് ഫെയിലിയേഴ്സ്. ഇതോടുകൂടി നീ അവസാനിപ്പിക്കണം. പ്രത്യാശ നശിപ്പിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ആ മനുഷ്യൻ എണ്ണി കഴിഞ്ഞകാല പരാജയങ്ങളാണ് ഈശോനോട് പറയണത്. എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ, എനിക്ക് വെള്ളമിളകുമ്പോൾ എന്നെ സുഖപ്പെടുത്താൻ വെള്ളത്തിൽ ഇറക്കാൻ എനിക്കാരുമില്ല, നാട്ടുകാരില്ല, ബന്ധുക്കളില്ല, സ്വന്തം ഭാര്യ പോലും ഇല്ല, പരിചയക്കാർ പോലും ഇല്ല. ഞാൻ പരാജയപ്പെട്ടു. ഇനി ഞാൻ ശ്രമങ്ങളെല്ലാം നിർത്തി ഡെഡ് ബോഡി പോലെ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈശോ പറയും, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ യു ഷുഡ് നോട്ട് ബി എ ഡെഡ് ബോഡി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് ഡെഡ് ബോഡി ആകേണ്ടി വരത്തില്ല. അസ്ഥികളെ താഴ്വരയിൽ നിന്നുകൊണ്ട് മനുഷ്യപുത്ര ഇത് ജീവിക്കുമോ എന്ന് എസെക്കിയേലിനോട് ചോദിക്കുമ്പോൾ അങ്ങക്കറിയാമല്ലോ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നീ വായിക്കളോട് കൽപ്പിക്കുക. അവിടെ എസെക്കിയേൽ പറയുന്നു, അസ്ഥികളെ, ജീവിച്ച അസ്ഥികളെ, പത്രവിച്ച അസ്ഥികളെ, പുതിയ അസ്ഥികളെ, ഉറഞ്ഞ അസ്ഥികളെ ദൈവത്തെ നാമത്തിൽ കൽപ്പിക്കുന്നു, എഴുന്നേൽക്കുക. ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ ഇന്നുവരെയുള്ള നിരാശകളെ ഇവിടെ അങ്ങ് ആവിയായി പോകട്ടെ. സഹായിക്കാൻ നിനക്ക് അമ്മയെ തന്നിട്ടുണ്ട്. ഈശോൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തറവാട് രോഗി 38 വർഷമായിട്ട് അയാളുടെ പരാജയങ്ങൾ എണ്ണി മനസ്സിടിഞ്ഞ്, ഇപ്പം നിൻ്റെ ബിസിനസ്സാകാം, നിൻ്റെ കല്യാണമാകാം, നിൻ്റെ ഇൻ്റർവ്യൂവും ടെസ്റ്റുമാകാം. കുറേ കാര്യങ്ങൾ നീ ബിസിനസ് ചെയ്ത് പല ബിസിനസ് ചെയ്തു പരാജയപ്പെട്ടു.
അപ്പോൾ ഇനിയും ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ അമ്മ പറയും, എന്തിനാണ് ഇനിയും കുടുംബം കടത്തി മുക്കാൻ വേണ്ടിയാണ് നിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചു. ഇനി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അപ്പം പറയും, ഓ ഇറങ്ങിയിട്ടുണ്ടവൻ. അപ്പോൾ അമ്മ പറയും, നിങ്ങളൊന്ന് വായടക്ക്, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, ശപിക്കല്ലേ, അനുഗ്രഹിച്ചില്ലെങ്കിൽ ശപിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മ ഉടനെ മനസ്സിൽ നിറവഴിയും, കർത്താവേ എൻ്റെ മകൻ. അത്രയല്ലേ പറയാനുള്ളൂ. അതായത് ഈ പോക്ക് കൊണ്ടെങ്കിലും രക്ഷപ്പെടണേ എന്നാണ് എൻ്റെ അർത്ഥം. കർത്താവേ എൻ്റെ മകൻ എന്ന് പറയുമ്പോൾ. പക്ഷേ ഇനി നിനക്ക് അന്ന് നെടുവരപ്പെട്ട കാര്യമില്ല. നീ കൃപാസനത്തിൽ ഉടമ്പടി ചെയ്ത് അമ്മ നിൻ്റെ കൂടെയുണ്ട്. അതിൻ്റെ ഒരു വർഷം അമ്മ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ നിരാശ എണ്ണണ്ട. നീ കഴിഞ്ഞ കാലങ്ങളിൽ നിൻ്റെ ടെസ്റ്റായാലും ഇൻ്റർവ്യൂ ആയാലും ജോലി ആയാലും നിൻ്റെ കച്ചവടമായാലും എവിടെയെല്ലാം നീ പരാജയപ്പെട്ടിട്ടുണ്ടോ ആ പരാജയങ്ങളൊക്കെ എണ്ണിയ മനുഷ്യനോടാണ് ഈശോ പറയണത്, സ്റ്റാൻഡ് അപ്പ് ആൻഡ് വാക്ക്, എഴുന്നേറ്റ് നടക്കാൻ. പിന്നെ നമ്മൾ കാണുന്നത് 100 കിലോ ഉള്ള വെയിറ്റുള്ള ആ തളർവാദ രോഗി എഴുന്നേറ്റിട്ട് 100 കിലോ വെയിറ്റുള്ള കട്ടിലെടുത്തുകൊണ്ട് നിൽക്കണമെന്ന് നമ്മൾ കാണുന്നത്. ദൈവവേദന നാളെ നിനക്കും. 38 കൊല്ലം തറവാദം പിടിവിട്ടിട്ട് മൂത്രം ഒഴിക്കണമെങ്കിൽ ഒരാളെ പിടിക്കണമായിരുന്നു. ആ മനുഷ്യനാണ് ഇപ്പോഴും എഴുന്നേറ്റ് നിന്നിട്ട് സ്വന്തം കട്ടിൽ 100 കിലോ കട്ടിലെടുത്തിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം. കണ്ടില്ലേ, ചൈനക്കാരനെ പോലെ മാർബിളിൻ്റെ പരസ്യം പോലെ നിൽക്കണം ആ മനുഷ്യൻ. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താ? നീ നിൽക്കുന്നത് കർത്താവിൻ്റെ മുമ്പിലാണ്. ഇതൊരു ബോധത്തിൻ്റെ ഉള്ളിലെ ബോധമാണ്, അവബോധമാണ്. വിശ്വാസം എന്ന് പറയണത് കർത്താവ് പറയണ്ടേ, ഈ യേശാവിന് അനുഗ്രഹം നഷ്ടപ്പെട്ട എന്താ കാര്യം? യേശാവ് എന്ന് പറഞ്ഞാൽ ആരാ? യാക്കോബിൻ്റെ ചേട്ടൻ. അയാൾക്ക് എന്താ പ്രശ്നം? അയാളായിരുന്നു ആദിജാതൻ അല്ലേ? അപ്പോൾ കടിഞ്ഞുള്ള അവകാശം ദൈവാനുഗ്രഹം അയാൾക്കാണ്. അയാൾ എങ്ങനെയാണ് ഈ അനുഗ്രഹം നഷ്ടപ്പെടുത്തിയത്? അതാണ് എല്ലാവരും പറഞ്ഞ പായസം കുടിച്ചെന്നാണ്. അതല്ല പ്രശ്നം. എല്ലാവരും പറയണത് പായസം കുടിച്ചെന്നാണ്. ഇവിടെ യേശാവിന് എവിടെ പറഞ്ഞാൽ പറയാം പായസം. ഇപ്പോൾ ഓണക്കാലമായതുകൊണ്ട് പെട്ടെന്ന് ഓർക്കും പറ്റുമോ? പക്ഷേ പായസമല്ല പ്രശ്നം. ബൈബിൾ പായസമല്ല പറയണത്. പയർ പായസം കുടിച്ച കാര്യമൊന്നും ബൈബിളിന് പ്രശ്നമല്ല. പയർ പായസമോ ബിരിയാണി അടിക്കട്ട, പ്രശ്നമില്ല. പക്ഷെ ബൈബിൾ ഒരു കാര്യം പറയുന്നുണ്ട്, അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നിസ്സാരമായി കരുതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രശ്നം. നമ്മൾ കർത്താവിൻ്റെ വചനം 25:34 ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ യേശാവിന് എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ദൈവത്തിൻ്റെ കടിഞ്ഞുള്ള അവകാശം, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവകളെ അവൻ നിസ്സാരമായി കരുതി. ചില ആൾക്കാർ ഉടമ്പടി നിസ്സാരമായി കരുതി നടക്കണില്ലേ? അതല്ലേ ഭാര്യനെ കൊണ്ട് ജീവിക്കണത്. ഈ മക്കൾ പോലും എന്താ ചെയ്യണത്? ഇപ്പം ഞാൻ ഇന്നൊരു മകളെ കണ്ട് ഞാൻ പറഞ്ഞു, ഇടി മകളെ, ഈ കുഞ്ഞ് 4 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു, നീ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തപ്പോഴേക്ക് ഇപ്പോൾ കുഞ്ഞിനെ കിട്ടിയത്. ഉടമ്പടി കിട്ടി, ഞാനത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. ഉടമ്പടി ചെയ്ത് 4 കൊല്ലം അവർക്ക് കുഞ്ഞുങ്ങളില്ല. ഉടമ്പടി ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുങ്ങളായി. നമ്മുടെ ഉപ്പും തിരിയും ഞാൻ നീ സാക്ഷ്യം പറയണില്ലേ? ഞാൻ ഇപ്പോൾ പറയാം വെച്ചാന്ന് പറഞ്ഞ്. അവളെ കണ്ടിട്ടില്ല ഇവിടെ. ഇനിയിപ്പോൾ അവൾ സാക്ഷ്യം പറയാൻ വരും. എപ്പോഴാണെന്ന് അറിയുക? കുഞ്ഞിന് അസുഖം ഉണ്ടാകുമ്പോൾ. കർത്താവിന് കൊടുക്കേണ്ടത് കർത്താവിന് കൊടുക്കണം, അല്ലെങ്കിൽ അത് പണിയാകും. ഇപ്പം ചില മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി മക്കൾ അവർ ദൈവത്തിനെ കൊണ്ട് നേടിയെടുത്തിട്ട് സൂത്രത്തിൽ അമ്മയ്ക്കായിട്ട് സാക്ഷ്യം പറയും. അമ്മ പറയുന്നു, നീയാണ് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ നീ തന്നെ പറയും, നീ തന്നെ ഇവിടെ വന്ന് പറയും. there is no other option. ഇപ്പം തന്നെ പറഞ്ഞിരിക്കുകയാണ്, നേരെ നോ ഓപ്ഷൻ. അമ്മമാരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചിരിക്കുന്നത് കള്ളത്തരമാണ്, കള്ളസാക്ഷ്യമാണത്. ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് പറയാം, കാര്യം അവരാണല്ലോ ഈ മകളെ കൊണ്ടുവന്നത്. പക്ഷേ ഈ മകൾ പറയണം. എന്താ കാര്യം? ദൈവത്തിന് അനുഗ്രഹം ഡയറക്റ്റ് മേടിച്ചത് അവളൊന്ന് സാക്ഷ്യം പറയണം. കർത്താവ് തന്ന കുഞ്ഞാ. ഇപ്പോൾ ചില ആൾക്കാരുടെ സാക്ഷ്യം കേട്ടിട്ടില്ലേ? സാക്ഷ്യം പറയാൻ വൈകിയപ്പോൾ എൻ്റെ കർണം വേദന അല്ല, പിന്നെ തൊണ്ടവേദന കൂടി തിരിച്ചു വന്നെന്ന് ഒരു സാക്ഷ്യം കേട്ടില്ലേ നിങ്ങൾ? സാക്ഷ്യം പറയാൻ വൈകിയപ്പോൾ പക്ഷേ ആ സഹോദരി മനഃപൂർവ്വം പറഞ്ഞതില്ല, പ്രത്യേക സാഹചര്യത്തിൽപ്പെട്ടതാണ്. മനഃപൂർവ്വം പറയാതിരിക്കുന്നവർക്ക് പണിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി ഇത് പുരോഹിതന്മാരെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി പറഞ്ഞ് പോയി ടെൽ ദ പ്രീസ്റ്റിനോട് ചെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. നാം പ്രീസ്റ്റിനോട് വന്ന് പറയുകയും സഭയോട് വന്ന് പറയുകയും ചെയ്യണം. ദൈവം നമുക്ക് നൽകിയത്
അപ്പോൾ ദൈവം നമുക്ക് നൽകിയ കാര്യങ്ങൾ പറയാതിരുന്നപ്പോൾ അവൾക്ക് ആ കർണവേദന തിരിച്ചു വന്ന്, കർണവേദന മാത്രമല്ല വന്നത്, പിന്നെ എന്താണ്, തൊണ്ടവേദനയും വന്നത് പറയുന്നത് ഇല്ലേ. അപ്പോൾ പഴിക്കുമ്പോൾ അച്ഛൻ പോഴിക്കുന്ന സമയം അച്ഛാ എനിക്ക് കർണവേദനയും വന്ന് തൊണ്ടവേദനയും വന്നു. അപ്പോൾ അച്ഛനവിടെ തൊണ്ടയും കർണവും വെച്ചിട്ട് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻഫ്യൂസ് ഹിസ് സ്പിരിറ്റ് ആൻഡ് പവർ ആൻഡ് ഗ്രേസ്, ഒറ്റ വാക്ക് മതി. എന്താ കാര്യം? കർത്താവ് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ തൊണ്ടയെ സുഖപ്പെടുത്തി കർത്താവ്, കർണത്തിനെ സുഖപ്പെടുത്തി. നമ്മൾ ലൈവായിട്ട് ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കണില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ മക്കൾ ഒരു തീരുമാനം എടുക്കുക. ഇപ്പോഴത്തെ സാക്ഷികളുടെ രീതി കണ്ടില്ലേ, കൃപാസനം പോലും കണ്ടിട്ടില്ല, പക്ഷേ എവിടെ കേട്ടറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുകയാണ് കൃപാസനത്തിൽ അമ്മേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ ആ സെക്രട്ടറിൻ്റെ സൗഖ്യമാണല്ലോ വരണത്. അത്രയും ലൈവായിട്ടാണ് അമ്മ ഇടപെടുന്നത്. എൻ്റെ മക്കളെ, ഈ അനുഗ്രഹത്തിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾ കുളിക്കുക മാത്രമല്ല, നിങ്ങളിതിൻ്റെ അകത്ത് വചനങ്ങൾ പഠിക്കുകയും ചെയ്യണം, ദൈവത്തോട് അടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ മറ്റതെല്ലാം പെരിഫറലായിട്ടുള്ള ടെമ്പറലായിട്ടുള്ള മെറ്റീരിയൽ മാറ്റേഴ്സാണ്, അത് കുറച്ച് കഴിയുമ്പോൾ പോകും. പക്ഷേ ഈ അനുഗ്രഹത്തിൻ്റെ ഇടയ്ക്ക് ദൈവത്തെ പഠിക്കണം. ഇപ്പം തന്നെ എന്താ പറയണത്, അതായത് നിൻ്റെ പഴയകാല പരാജയങ്ങൾ എണ്ണണ്ട എന്ന് യോഹന്നാൻ 5:7 പറയണേ. ആ മനുഷ്യൻ പഴയകാല പരാജയങ്ങൾ എണ്ണിയപ്പോൾ ഈശോ പറഞ്ഞ ഒറ്റ വാക്യമുള്ളൂ, സ്റ്റാൻഡപ്പ് ഒരു വാക്ക്, എഴുന്നേറ്റ് നടക്കുക. അത് കർത്താവിൻ്റെ വചനങ്ങളാണ്. അതെന്താണ്? അത് പുതിയ കാര്യമാണ്. പുതിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിലോട് കൂടിയാണ് അവൻ എഴുന്നേറ്റ് നടന്ന് വീട്ടിലോട്ട് പോയത്, കട്ടലും കൊണ്ട് ചുവന്നുകൊണ്ട് പോയി. അതൊരു പുതിയ കാര്യമാണ്. അത് ഐസയായിലൂടെ 700 കൊല്ലം മുമ്പ്, ഈശോയ്ക്ക് 700 കൊല്ലം മുമ്പ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഒരു പുതിയ കാര്യം ഞാൻ നിനക്ക് തരും, പഴയകാലം നീ ഓർമ്മിക്കേ വേണ്ടെന്ന്. ദൈവതരെ ഉടമ്പടി ചെയ്തവരെ, പഴയകാലം നിനക്ക് ഓർമ്മിക്കേ വേണ്ടാത്ത ഒരു പുതിയ കാലത്തിലേക്ക് സഞ്ചരിച്ചെത്താൻ പരിശുദ്ധ അമ്മയെ കൃപാസനം വെച്ച് നിനക്ക് കൂട്ടായി തന്നിരിക്കുന്നു. അമ്മയോട് നമുക്ക് സഞ്ചരിക്കാം. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി ചെയ്ത മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ദൈവമേ ആരവത്തോടെ പ്രാർത്ഥിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കളെ സമർ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കർത്താവേ, അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർത്താവേ, അങ്ങ് ലഭിച്ച മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ കാരുണ്യ മക്കളുടെ മേൽ ചൊരിയണമേ കർത്താവേ, അവിടുത്തെ കൃപ മക്കളുടെ മേൽ ചൊരിയണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. നമുക്ക് എഴുന്നേൽക്കാം. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ സ്തുതിച്ചാൽ മാത്രം മതി. ജീവിതത്തെ എല്ലാ മണ്ഡലങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് നിറവ് നൽകിക്കൊണ്ട് എനിക്ക് ആന്തരികമായ ഉൾക്കാഴ്ച നൽകി എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ മേഖലകളിലേക്കും കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യുന്ന സമയമാണ്. ദിവ്യകാരുണ്യമേ, കൃപാസനത്തിൻ്റെ ശക്തി കേന്ദ്രമേ, കൃപാസനം എന്നുള്ള പേര് പോലും ദിവ്യകാരുണ്യത്തിനെ അടക്കം ചെയ്യുന്ന പേരാണ് കൃപാസനം. കൃപാസനത്തിൻ്റെ മുകളിലാണ് പഴയ നിയമത്തിലെ കർത്താവ് ആരൂഢനായിരിക്കുന്നത്. എവിടെയെല്ലാം കൃപാസനം കൂട്ടായ്മയുണ്ട്, അവിടെയെല്ലാം കൃപാസനത്തിന് മുകളിൽ ദിവ്യകാരുണ്യം ഉണ്ടാകും. അടുത്ത അമ്മയും എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അമ്മ, എല്ലാവർക്കും കാരുണ്യം ചൊരിയാൻ ഈശോ. കർത്താവെ, കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനേകം മക്കൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഈശോയെ. കക്ഷത്ത് മുഴയുള്ള മകൻ വന്നിട്ടുണ്ട് ഈശോയെ. അവിടെ നീ സുഖപ്പെടുത്തുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരത്തെ സാക്ഷ്യം കേട്ടപ്പോഴൊരു സാക്ഷ്യം കേട്ടായിരുന്നു. സന്ദേശം പറഞ്ഞതുപോലെ ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു മുറിവിൻ്റെ പാടുപോലും ഇല്ലെന്ന്. അതുപോലെ ആ മകൻ്റെ ഇടത് കക്ഷത്താണ് മുഴയെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ചെറിയൊരു കൊച്ചരിയാസ് പോലത്തൊരു മുഴയാണ്. കർത്താവ് ആ ഇടത് കക്ഷത്തെ മുഴ, കക്ഷത്ത് നിന്ന് 8 പേരിലെ താഴെയാണ് ആ മുഴ. കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴേ കാലിൽ നീരുള്ള ഒരാളെ കാണിച്ചു തരുന്നുണ്ട് കർത്താവ്, പുരുഷനായ മനുഷ്യൻ.
അത് വലത് കാലിലാണ് നീര്, ഇടത് കാലിൽ ചെറിയ നീര് മാത്രമേ ഉള്ളൂ. അതിനോടനുബന്ധിച്ചുകൊണ്ട് മുഖത്തും തലയിലും മുഴുവൻ നീർക്കെട്ട ശരീരമാണ്. കർത്താവ് സ്പർശിച്ച ആ വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഇപ്പോഴും ഈശോ പറയണത് കൈ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് പറയണത്. ഇടത് കൈയും വലത് കൈയും തിരിച്ചും മറിച്ചും കാണിച്ചു കൊടുത്ത് കൈരേഖ ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം വിധി നിശ്ചയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ അധിക്ഷേപിക്കുന്ന പൈശാചികമായ നടപടി വെറുത്തുപേക്ഷിക്കാൻ പരിശുദ്ധമായി ആവശ്യപ്പെടുന്നു. അറിയാതെ മരം പോവുകയും എഴുന്നേക്കാൻ പറ്റണേയില്ല. തുടരണ്ടും ഇങ്ങനെ വെള്ളം കയറി മുതലായി. വെള്ളം കയറിയ തുടയാണ്, വെളുത്ത ശരീരമാണ്, വെള്ളം കയറിയ തുടയാണ്. അത് തുട ഭയങ്കര വലുതും മുട്ടുകാല് ചെറുതുമാണ്, അതുപോലെ തന്നെ മേലോട്ടും ചെറുതാണ്. അപ്പം അതുകൊണ്ട് ഈ കൈ കുത്തിയാലും എഴുന്നേക്കാൻ പാടാ. വീട്ടിലിരിപ്പണ ഇരിപ്പ് രോഗിയാണ്. കർത്താവ് വ്യക്തിയെ സ്പർശിച്ചു കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മ അറിയിക്കുന്ന ഒരു മൂക്ക് കർത്താവ് കാണിക്കുന്നുണ്ട്. ഒരു മൂക്ക് എന്ന് വെച്ചാൽ രണ്ട് മൂക്കിനും എപ്പോഴും ഇങ്ങനെ മൂക്കിന് കട്ടിയാണ്, മൂക്കിൻ്റെ ദൂരങ്ങൾ ചെറുതാണ്. ആവശ്യമായ എയർ ഓക്സിജൻ വലിക്കാൻ പറ്റാത്ത കാരണം വാ കൊണ്ടാണ് ശ്വസിക്കുന്നത്. പക്ഷെ മൂക്കിൽ എപ്പോഴും ഇങ്ങനെ ചെറിയ മൂക്ക് ദൂരമാണെങ്കിലും മൂക്കിൻ്റെ മാംസങ്ങളൊക്കെ എല്ലാം മാംസപേശികളും ഭിത്തികളും എല്ലാം വലുതാണെങ്കിലും മൂക്കിൻ്റെ ദൂരം ചെറുതായത് കാരണം അതും ചിലപ്പോഴും മുക്കള വീണ് അടഞ്ഞൊക്കെ പോകും. ഇങ്ങനെ ഒരു വ്യക്തി വളരെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ ആവശ്യപ്പെടുന്നു. ദൈവവിളി മക്കൾക്ക് ദൈവവിളിക്ക് പോകാൻ വേണ്ടി പോയിട്ടുള്ള മക്കളും പോകാതിരിക്കുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ദൈവത്തിന്റെ കണ്ണ ചെറിയ അന്ധന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേ. കർത്താവ് ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ സ്പർശിക്കണമേ. കർത്താവ് തൊണ്ടയ്ക്ക് മുഴയുള്ളവരെയും തൊണ്ട കാർച്ചയുള്ളവരെയും സ്പർശിക്കണമേ. അർജ രോഗികളെ സ്പർശിക്കണമേ, മുടി കൊഴിയുന്നവരെ സ്പർശിക്കണമേ, പ്രഷർ രോഗികളെ സ്പർശിക്കണമേ, ഷുഗർ രോഗികളെ സ്പർശിക്കണമേ, വാതരോഗികളെ സ്പർശിക്കണമേ. കർത്താവ് പൈശാചിക ബാധയുള്ളവരെ സ്പർശിക്കണമേ, വെരിക്കോസിന് അസുഖമുള്ളവരെ സ്പർശിക്കണമേ. കർത്താവ് വിസർപ്പ രോഗികളെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ കള്ളരോഗികള്, ഷുഗർ രോഗികള്, വിസർപ്പ രോഗികള്, മൂത്രാശയത്തിൽ കല്ലുള്ളവര്, ഗർഭാശയത്തിന് മുഴയുള്ളവര്, അണ്ടനാളങ്ങൾക്ക് ബ്ലോക്ക് ഉള്ളവർ, ബീജം ഓട്ടമില്ലാത്തവർ, കൗണ്ട് കുറവുള്ളവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിച്ചാൽ മാത്രം മതി. ദൈവത്തിൻ്റെ ശക്തി ആസ്വദിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവ്, വിസർപ്പ രോഗികളെ, അണ്ടാശയത്തിലും മുഴയുള്ളവരെ സ്പർശിക്കണമേ. അണ്ടാശയത്തിന് അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കാത്തവരെ സ്പർശിക്കണമേ. ബീജത്തിന് കൗണ്ട് കുറവുള്ളവരെ സ്പർശിക്കണമേ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ. ബീജത്തിന് ഓട്ടമില്ലാത്തവരെ സ്പർശിക്കണമേ. കർത്താവ്, ബീജത്തെ റിജക്റ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള ഗർഭാശയങ്ങളെ, അണ്ടകോശങ്ങളെ സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നടുവെല്ലിനെ സ്പർശിക്കണമേ. നടുവെല്ലിന് മിന്നലുള്ളവരെ, നടുവെല്ലിന് ചിന്നലുള്ളവരെ സ്പർശിക്കണമേ. നടുവിന് കൈകുത്താതെ എഴുന്നേക്കാൻ പറ്റാത്തവരെ, കുമ്പിട്ട് കഴിഞ്ഞാൽ നടുവിന് കൈകുത്താതെ നിവരാൻ പറ്റാത്തവരെ സ്പർശിക്കണമേ. അസ്ഥിരോഗികള്, പേശി രോഗികള്, വിസർപ്പ രോഗികള്, മൂത്രാശയത്തിൽ കല്ലുള്ളവര്, മുട്ടമെഴുക്ക് വേദന ഉള്ളവര്, പെരിച്ചയും പുകച്ചയുമുള്ളവര്, വെരിക്കോസിന്റെ അസുഖമുള്ളവര്, പിസ്റ്റിലയുടെ അസുഖമുള്ളവര്, ക്ഷയകർത്താവ് ക്ഷയരോഗമുള്ളവര്, അരിസസിന്റെ അസുഖമുള്ളവര് കർത്താവെ സ്പർശിക്കണമേ. പോസ്റ്റേറ്റ് ഗ്രാൻസിന് വീക്കമുള്ളവര്, വലുതാകുന്നവര്, കരൾ വലുതാകുന്നവര്, ഹൃദയത്തിന് നാളുകൾ അടഞ്ഞുപോയവര്, ഹൃദയത്തിന് വലിപ്പമുള്ളവര്, ഹൃദയം വലുതാകുന്നവര്, ശ്വാസം എടുക്കാൻ പറ്റാത്തവര്, ശ്വാസം കിട്ടാത്തവര്, തൈറോയ്ഡ് രോഗികളെ, ടോൺസിൽ രോഗികളെ, കീഴ്ച്ചാടുകളെ ദ്രവിക്കുന്നവരെ, എല്ല് ദ്രവിക്കുന്നവരെ, പല്ല് ദ്രവിക്കുന്നവര്, കണ്ണ് കാഴ്ച കുറഞ്ഞു വരുന്നവര്, യേശു ക്രിസ്തുവിന്റെ വലിയ ശക്തി, ഇപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശോ തോന്നിപ്പിക്കുന്ന വിഷയങ്ങൾ, ഭാഗ ഉടമ്പടിയിൽ വന്നിട്ടുള്ള പോരായ്മകൾ ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി
പകടുമ്പടി നടത്തുന്നതിന് തടസ്സമായ ഇടംകോലിട്ട് വട്ടം ചവിട്ടി നിൽക്കുന്നവരുടെ കാലുകൾ മരവിക്കാൻ വേണ്ടി. കാര്യം അത് പൈശാചികമായ ചവിട്ടണത്. അവനവർക്ക് അർഹത മാത്രം എടുത്തിട്ട് മക്കളോട് കൈയിട്ട് വരാതെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ അനുവദിക്കാത്തവർ പൈശാചികമായ നടപടിയാണ്. അപ്പോൾ എന്തെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ മറ്റുള്ളവർ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി പോലും രാജ്യത്തിൻ്റെ ഒപ്പിട്ട് കൊടുക്കാതിരിക്കുന്ന ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് ദുഷ്ടശക്തിയാണെന്ന് ഈശോ അറിയിക്കുന്നു. ശ്രുതിയുടെ ഇനി ഒപ്പിട്ട് കൊടുക്കുന്നവർ ഓർക്കുക, നിൻ്റെ അപ്പൻ്റെ മുതലാണെങ്കിൽ നിനക്കും അതുപോലെ ഈക്വലായിട്ട് നിനക്ക് അതിൻ്റെ അർഹതയുള്ളതാണ്. സ്ത്രീധനമായിട്ട് നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ബാക്കി നീ മേടിക്കണം. ചില പെണ്ണുങ്ങളെ സമ്മതിക്കത്തില്ല. സ്ത്രീധനമായിട്ട് 50 ലക്ഷം രൂപ കിട്ടിയാലും ശരി, പിന്നെയും എല്ലാം ഈക്വലായിട്ട് ബാധിക്കാൻ വരണത് അനീതിയാണ്. പക്ഷേ എന്താണ്, അതായത് നിനക്ക് അന്ന് കിട്ടിയത് അന്നത്തെ നിൻ്റെ പറമ്പിൻ്റെ വില അനുസരിച്ചുകൊണ്ട് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയതിന് ശേഷം ബാക്കി കുറച്ച് നീ വാങ്ങിച്ച് നീ മറ്റുള്ളവർക്ക് കിട്ടുന്നതുപോലെ തന്നെ കിട്ടാൻ വേണ്ടി നിനക്ക് അർഹതയുണ്ട്. അത് നിനക്ക് വാങ്ങിക്കാം. അല്ലാതെ നീ ഒപ്പിട്ട് കൊടുമെങ്കിൽ എനിക്ക് മൊത്തം തരാതെ ഒപ്പിട്ട് കൊടുക്കത്തില്ലെന്ന് ഭർത്താവ് പറഞ്ഞാലും നീ കർത്താവിനെ കേട്ടാൽ മതിയെന്ന് ഈശോ പറയുന്നു. ശ്രുതികളെ അതായത് നിത്യതയെ അപകടപ്പെടുത്തുന്ന ഒരു തീരുമാനവും നിനക്ക് ഇന്നുണ്ടാവരുത്. കാര്യം ഭർത്താവും വീടും ഭാര്യയും മക്കളും എല്ലാം ഒരു 10 മാക്സിമം പോയാൽ 50 കൊല്ലം. അത് കഴിഞ്ഞ് ഒന്നുമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് സീറോ എന്ന് പറയാം. ഇതൊക്കെ കുടുംബം ഉൾപ്പെടെയുള്ളത് നിത്യത നിനക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള കൃപയെ ആർജിക്കാൻ പറ്റിയ ദൈവ സംവിധാനത്തിൻ്റെ പേരാണ് ഫാമിലി എന്നുള്ളത്. ആ ഫാമിലി ലക്ഷ്യത്തിന് നീ ലോകരാജ്യത്തിന് വേണ്ടി നിന്റെ ദൈവരാജ്യം നീ പണയം വെക്കരുതെന്ന് ഈശോ അറിയിക്കുന്നു. ശ്രുതികടെ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇപ്പോഴേ എന്തോ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ പോലെയാണ്. അതായത് മറപ്പുള്ള സ്ഥലത്ത് എന്തോ ഇങ്ങനെ ഒരു പേശികൾ, അതായത് രക്തം വാർന്നു വരണ, എന്നാൽ രക്തം പൊടിയാത്ത, എന്നാൽ മാംസം പുറത്ത് കാണുന്ന എന്തോ വസ്തു തൂങ്ങിക്കിടക്കുന്ന ഒരു വസ്തു രോഗിയെ കർത്താവ് ഇപ്പൊ സുഖപ്പെടുത്തണം. ശ്രുതിയുടെ ഹല്ലേലൂയ. ഇപ്പൊ ഈ നടുവിന് 2ാമത്തെ സൗഖ്യ ദിവസമാണ് വന്നിരിക്കുന്നത്. നടുവിന് നേരത്തെ ഒരു സൗഖ്യം ഉണ്ടായിരുന്നു, അത് പക്ഷം പറയാൻ മറന്നുപോയി. അത് പൊക്കം കുറഞ്ഞൊരു സഹോദരിയാണ്. അവർക്ക് 40-50 വയസ്സുണ്ടായിരിക്കാം, പക്ഷെ പൊക്കം കുറവാണ്. അവരുടെ മുതുകത്തിൽ 3 പാടുകളുണ്ട്. അടികൊണ്ടതിൻ്റെയോ കൊച്ചുനാളിലുള്ള എന്തോ പാടാണ്, പക്ഷേ അവർക്ക് നടുവേദനയാണ്. ഇപ്പം നടുവേദന അങ്ങനെയുള്ള ഒരു പുരുഷന് നേരെ മുകളിൽ പതകിന് മുകളിൽ ഇരുന്നുകൊണ്ട് പിൻകടുത്ത് താഴെ ഇരുന്നുകൊണ്ട് വിലങ്ങിയുള്ള നടുവ് വേദന ഉൾപ്പെടെ കർത്താവ് ഇപ്പൊ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി പ്രാർത്ഥിക്കാൻ ഈശോ നമുക്ക് പ്രേരണ നൽകണത് വീടില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രൊഫഷണൽ ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നവർ, മത്സര പരീക്ഷയ്ക്ക് പോകുന്നവർ, റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്നവർ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി, മക്കളില്ലാത്തവർ, അവർക്കെല്ലാവർക്കും വേണ്ടി, വിവാഹം ഒത്തുവരാത്തവർ, സ്ഥലം ഇല്ലാത്തവർ, പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്ന, വാടകയ്ക്കും ഒറ്റയ്ക്കും പാട്ടത്തിനൊക്കെ താമസിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, വരുമാന മാർഗങ്ങളില്ലാത്തവർ എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ വലിയ സത്യ കർത്താവ് ഈശോ മിശിഹായി ഈ നിമിഷം കർത്താവ് അങ്ങ് കാട്ടിക്കൂട്ടി തന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അടിയൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ തിരുമുറിച്ച് ദൈവത്തിന്റെ വരം, സാമ്പത്തികമായ ബാധ്യതകള്, സാമ്പത്തികമായ കടങ്ങള്, ജപ്തി നടപടികള്, കർത്താവ് വീട് ചുറ്റുപോകേണ്ട അവസ്ഥകള്, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കർത്താവ് വരുമാന മാർഗമില്ലാത്തവര്, മക്കൾ ഇല്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, സമാധാനമില്ലാത്തവര്, ശമ്പളം കിട്ടാത്തവര്, ചെയ്യുന്ന വരുമാനത്തിന് ജോലിക്ക് പറ്റുന്ന വരുമാനം കിട്ടാത്തവര്, കുടുംബത്തിന് ചെലവിന് പറ്റുന്ന രീതിയിലുള്ള വരുമാനം ഇല്ലാത്തവര്, കടമായി പോകുന്നവര്, നിത്യരോഗികള്, മരുന്ന് മാറാത്തവര്, മരണം മാറാത്തവര്, അപകടം മാറാത്തവര്, യേശു ക്രിസ്തു നാമത്തിൽ കുടുംബത്തിന്റെ കലഹങ്ങള്, കോടതിയിലെ വ്യവഹാരങ്ങള്, പോലീസ് കേസുകള്, അതിർത്തി തർക്കങ്ങള്, സമാധാനമില്ലാത്ത കുടുംബ അന്തരീക്ഷങ്ങള്, എല്ലാ പൈശാചികമായ ശക്തിവിശേഷങ്ങളും തിന്മയുടെ ശക്തികളെ യേശുക്രിസ്തു നാമത്തെ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ.
നേർച്ച വസ്തുക്കളെടുക്കുക. നേർച്ച വസ്തു എടുക്കുക മക്കളെ. ഒന്നാമത്തത് ഏറ്റവും വലിയ നേർച്ച വസ്തു കൃപാസനം പത്ര. നേർച്ച വസ്തുക്കൾ ആശീർവദിക്കുന്ന സമയമാണ്. കൃപാസനത്തിലെ നേർച്ച വസ്തുക്കൾ പത്രം, കരിനീല മെഴുകുതിരി, കശുരൂപം, തേന്, ഉപ്പ്, ഇത്രയും നേർച്ച വിശുദ്ധ വസ്തുക്കളാണ് ഇപ്പോഴും ആശീർവദിക്കുന്നത്. ഇളനീല മെഴുകുതിരിയും കരിമ്പച്ച മെഴുകുതിരിയും അത് ഉടമ്പടി പ്രാർത്ഥനയുടേതാണ്. ഉടമ്പടി ഉള്ളവരുടെ കയ്യിൽ അതുണ്ട്, അത് വീട്ടിലുണ്ട്, ഇപ്പോഴില്ല. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കരിനീല മെഴുകുതിരിയാണ്. ആദ്യകാലം മുതൽ കൃപാസനം നിലനിന്നിരുന്ന വെള്ള മെഴുകുതിരിയാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പ്രോത്സാഹനം ചെയ്തപ്പോൾ കരിനീല മെഴുകുതിരിയായിട്ട് കൈ തന്നിരിക്കുന്നത്. അതെല്ലാം ആശീർവദിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, പത്രം ഇങ്ങനെ ഗുളിക രൂപത്തിലാക്കിയെടുത്ത് വിഴുങ്ങിയിട്ട് നടുവേദന മാറിയെന്നൊക്കെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. അച്ഛനെ അത് ഓരോ മനുഷ്യരുടെ വിശ്വാസം അനുസരിച്ച് മാതാവ് അവരെ സഹായിക്കുന്ന വിധങ്ങളാണ്. പത്രം വെച്ച് കിടക്കുന്നവരുണ്ട്, പത്രം വയറ്റത്ത് വെച്ച് വയ്ക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള കാര്യം. ഇതെല്ലാം വെഞ്ചരിച്ചതാണ്. ഈശോൻ്റെ വെഞ്ചരിപ്പെല്ലാം ഈശോൻ്റെ നാമത്തിലല്ലേ അല്ലേ? അത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോൻ്റെ നാമത്തെ വെഞ്ചരിക്കാനുള്ള ആദ്യകാലം വരെ 26 വർഷമായി നേർച്ച വസ്തുക്കളെ വെഞ്ചരിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭ്യമാക്കാൻ ഈശോ കൃപാസനത്തിലൂടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം. തിരി, ഉപ്പ്, തേന്, പത്രം, ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി തൈലം, എല്ലാം ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹ വസ്തുക്കളാണ്. എല്ലാം ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം ഉപയോഗിക്കാൻ. ഈ പത്രം നിങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്കറിയാം, ലോകത്തിലുള്ള മരിയൻ സന്നിധാനങ്ങൾ വെച്ച് കൃപാസനത്തെ വ്യത്യസ്തമാക്കുന്നത്, കൃപാസനത്തിന് ഇത്രയും വലിയ അടയാളം അമ്മ കാണിക്കുന്നതിൻ്റെ കാരണം അമ്മ പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്ത ഉടമ്പടിയാണ്. ഇപ്പോൾ വെള്ളാങ്കണ്ണി പോകണമെങ്കിൽ അവിടെ മുട്ടയും ഒടിച്ച് തൈയും കൊണ്ട് നേർച്ച വിട്ട് വെള്ളം ഒടിച്ച് പോകുന്ന ആൾക്കാരും ഉണ്ട്. ഇവിടെ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. വല്ലാർപാടത്ത് പോയി എന്തെല്ലാം വൃത്തികെട്ട ജീവിതം ചെയ്താലും കൊണ്ടുപോയി പോയപ്പോൾ അവിടെ വന്നുകൊണ്ട് മുട്ട ഒടിക്കണേ കാണാം. നല്ല ശുശ്രൂഷകളാണ് എല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ ആദ്യം വിശുദ്ധിയുള്ളവരായിരിക്കണം. വിശുദ്ധി ഇല്ലാതെ വിഷം കെട്ടിട്ടൊരു കാര്യമില്ല. ലോകത്തിലുള്ള മരിയൻ സന്നിധാനങ്ങളെല്ലാം ആൾക്കാർ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഇതുപോലെയുള്ള നേർച്ച വേഷങ്ങൾ കാണിക്കുന്നുണ്ട്. നേർച്ച വേഷങ്ങളാണ് എപ്പോഴാണെന്ന് അറിയാവോ? വിശുദ്ധി ഇല്ലാതെ ചെയ്യുമ്പോൾ വേഷമായി മാറും. വിശുദ്ധി ഇല്ലാതെ ചെയ്യുമ്പോൾ അത് വേഷമായി മാറും. നിങ്ങൾ കൃപാസനത്തിൽ വിശുദ്ധി ഇല്ലാതെ ചെയ്യാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് 3 പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നത്. അതിന് പ്രത്യേകം കൗൺസിലർ വെച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ അച്ഛൻ അത് ഇൻസ്പെക്ട് ചെയ്യും. മാതാവ് എങ്ങനെ ഞങ്ങളുടെയൊക്കെ മാറാതെ നിൽക്കും. തന്നെയല്ല, പിന്നെ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി എന്ന് പറയുന്നത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയാണ്. അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി പ്രേക്ഷിത വേലയാണ്. എങ്ങനെ മാതാവ് കൃപാസനത്തിൽ നിന്ന് പോകും? കാര്യം എന്താണ്? ഈശോനെ അറിയിക്കുന്നുണ്ട്. അറിയാത്തവരെ അറിയിക്കുന്നുണ്ട്. അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ദൈവം തന്ന വാക്കുകളാണ്. ഒറ്റ വാക്ക് പോലും അച്ഛൻ പഠിച്ചതോ ചിന്തിച്ചതോ ആലോചിച്ചതോ ഒന്നുമില്ല. എന്ത് ദൈവം വെളിപ്പെടുത്തുന്നു അത് അതേപടിയാണ് 10ാം കുറിപ്പായിട്ട് വരണത്. പണ്ടൊക്കെ നേരത്തെ പല ഐറ്റം നമ്മൾ ചേർക്കുമായിരുന്നു. ഐറ്റംസ് എല്ലാം മാറ്റി. മാതാവ് തൊട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ 10ത്തിൽ നിന്ന് ഐറ്റംസൊക്കെ മാറ്റുകയാണ്. എന്തെല്ലാം ആദ്യ ചൊവ്വാഴ്ചയോ ഉടമ്പടി ദിവസങ്ങളിൽ ഈശോ സംസാരിക്കണം. ആദ്യ ചൊവ്വാഴ്ച, 3ാം ചൊവ്വാഴ്ച, 1ാം ഞായറാഴ്ച മരിയൻ തപസ്. ഈ 4 കൂട്ടായ്മയിലാണ് ഈശോ സംസാരിക്കുന്നത്. ഈശോ സംസാരിക്കുന്നത് അതേപടി പത്രത്തിൽ ഉണ്ടാകും. അതാണ് ദൈവവചനം എന്ന് പറയണത്. എല്ലാ വചനങ്ങൾ തന്നെയല്ലേ. മറ്റത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഈ പ്രാവശ്യം 48 സാക്ഷ്യമാണ് പത്രത്തിലുള്ളത്. അടുത്ത പ്രാവശ്യം 65 സാക്ഷ്യങ്ങൾ വരുന്ന ഒക്ടോബറിലെ. അപ്പോൾ അത് കർത്താവിൻ്റെ പ്രവൃത്തി. കർത്താവിൻ്റെ വാക്കും 10ാം കൃപയായിട്ടും കർത്താവിൻ്റെ പ്രവൃത്തികളെ സാക്ഷ്യമായിട്ടുമാണ്. അതാണ് പത്രത്തിൽ ഇത്രയും പവറ്.
അത് കാരണം ഏത് പൊട്ടക്കണ്ണനും വിശ്വാസമില്ലാത്തവനും ഇത് വായിച്ചാൽ അവൻ കർത്താവിനെ അന്വേഷിക്കും. അതുകൊണ്ടാണ് ഈ പത്രം എടുത്ത് 1000-ഓ 2000-ഓ എടുത്ത് വിൽക്കാൻ പറയുന്നത്, എടുത്ത് കൊടുക്കാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കാര്യം പത്രം നിങ്ങൾ പ്രചരിപ്പിക്കണം. അത് ഈ മറ്റ് പ്രചരണം പോലെ അല്ല ഇത്. നമ്മളിത് കർത്താവിനെയാണ് പ്രചരിപ്പിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം. അതുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി വേണം ഓരോ പത്രം കൊടുക്കാൻ. അല്ലാതെ വെറുതെ ബണ്ട് കണക്കിന് പത്രം വാങ്ങിച്ചിട്ട് നിങ്ങൾ അവിടെ ഇവിടെയും കൊണ്ടിട്ടും വീട്ടിൽ പോരരുത്. എന്നിട്ട് അച്ഛനെ വന്ന് കാണുമ്പോൾ ഞാൻ അച്ഛനെ എനിക്ക് മനസ്സിലായി, ഇയാൾ വന്നിരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ചില ആൾക്കാർ കൗൺസിലിന് വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ 400 പത്രത്തിൻ്റെ കാർഡ് കാണിക്കും. അപ്പം തന്നെ എനിക്ക് അതായത് 400 പത്രത്തിൻ്റെ കാർഡ് കാണിച്ചാൽ അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർ നാളെ കാലം ഇവിടുന്ന് വിട്ടു പോണവരാണ്. അതായത് അവർക്ക് ഇനി പ്രാർത്ഥന കൂടാൻ സമയമില്ലാത്തത് കൊണ്ടാണ് വലിയ പ്രേക്ഷിത പ്രവർത്തനം ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ മക്കൾ ചെയ്യുന്നത് വലിയ പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. പക്ഷേ അത് വീട്ടിൽ വെച്ചിട്ട് അച്ഛനെ കാണാൻ വരരുത്. 400 പത്രം വാങ്ങിച്ചാലും 100 പത്രം മേടിച്ചാലും അച്ഛനെ കാണാൻ വരുന്ന മുമ്പ് അത് കൊടുത്ത് തീർത്തേക്കണം. അച്ഛനെ കാണാൻ ആ മാസം ഡേറ്റ് കിട്ടില്ലെങ്കിൽ ആ മാസം ഇപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ പത്രം നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം പോലും ഉണ്ടാകാൻ പാടില്ല. ഒരെണ്ണം ഇരിക്കാൻ വീട്ടിൽ. ആഗസ്റ്റ് മാസം പത്രം വീട്ടിലുണ്ടാകാൻ നോക്കണം നിങ്ങൾ. കാര്യം അതിൻ്റെ പ്രേക്ഷിത കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആഗസ്റ്റ് മാസം 31-ാം തീയതി വരെയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളെ വെടിക്കുറ്റി കരിമരുന്ന് ശാലയിൽ വെടിക്കുറ്റിയിരിക്കണവരാണ് സംഭവം ഇരിക്കുന്നത്. കാര്യം എന്താണ്? പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ട് അലംഭാവം കാണിച്ച് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കണത്. അത് തീക്കൊള്ളി കൊണ്ട് തലച്ച് കൊടുക്കണ പോലെ ഇരിക്കും. അപ്പോൾ മര്യാദയ്ക്ക് ഇന്ന് തന്നെ കൊണ്ടുപോയിട്ട് നാളെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കൊടുത്ത് വിതരണം ചെയ്തേക്കണം. എന്നിട്ട് ചുമ്മാ വിതരണം ഈ നോട്ടീസ് പെരുന്നാൾ നോട്ടീസ് കൊടുക്കണ പോലെ കൊടുക്കാൻ പറ്റത്തില്ല. മാതാവിൻ്റെ സ്വന്തം പത്രമായത് കാരണം പ്രാർത്ഥിച്ചിട്ട് കർത്താവേ ഈ പത്രം ഒരു 1000 പേര് വായിക്കണേ ഈശോയെ, ഈ വായിക്കണത് ഈ അടിയൻ്റെ ഈ പ്രവർത്തനം കാരണം ഒരു 10 പേര് കർത്താവിനെ അറിയാൻ വരണേ എന്ന് കണ്ണുനീരോട് ദൈവദൃശ്യത്തിന് പ്രാർത്ഥിച്ചിട്ട് വേണം പത്രം കൊടുക്കാൻ. അത് ആർക്കും കൊടുക്കാം. അയ്യോ അവർക്ക് കൊടുത്താൽ അവർ വായിക്കത്തില്ല, ഇവർക്ക് കൊടുത്താൽ ഇവർ വായിക്കത്തില്ല. നിങ്ങളോട് പറയണം, നിങ്ങളുടെ മുൻവിധിയൊന്നും വേണ്ട, കൊടുക്കുക. കൊടുത്ത് സേഫായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ ഈശോ നോക്കിക്കൊള്ളും ബാക്കി കാര്യങ്ങൾ. തന്നെയല്ല ഈ ഭൂമിയിൽ വെച്ച് എണ്ണപ്പെടാൻ പോകുന്നത് എന്താണ്? നിങ്ങൾ എത്ര പേരെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുത്ത് മാത്രമേ എണ്ണപ്പെടത്തുള്ളൂ. ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞത് ആരോടാണ്? അപ്പോസ്തലന്മാരോടാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്പോസ്തലന്മാരായി മാറുകയാണ്. ദൈവം അഥവാ മാറ്റുകയാണ്. പിന്നെ എങ്ങനെ മാതാവ് നമ്മുടെ ഉടമ്പടിക്കാരും ചെയ്യാതിരിക്കും? തീർച്ചയായിട്ടും ചെയ്യും. ചെയ്തില്ലെങ്കിൽ ഞാൻ മാതാവിനെ കൊണ്ട് നിങ്ങളെ ചെയ്യിച്ചിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഞാൻ ചില സമയത്ത് ഓർത്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നേരത്തെ മരിക്കണം, അല്ലെങ്കിൽ ജീവിക്കണമെങ്കിൽ കർത്താവിന് വേണ്ടി കുറേ കൂടി ജോലി ചെയ്യണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ അമ്മയെ കണ്ട് സ്വപ്നമല്ല ദർശനമല്ലാതെ നിങ്ങളെപ്പോലെ ഇങ്ങനെ നേരിട്ട് കണ്ടതാണ് ഞാൻ. അപ്പോൾ ഈ സത്യമായ കാര്യമായത് കാരണം അതല്ല ഇത്രയും അത്ഭുതങ്ങൾ നടക്കണത്. അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സീരിയസ്. ഇപ്പം 40 സാക്ഷ്യങ്ങൾ ഇപ്പം കേട്ടില്ലേ? ഇനി ആദ്യ ചൊവ്വാഴ്ച നിങ്ങൾ വന്നു നോക്ക്, അപ്പോഴും കേൾക്കും 10-50 സാക്ഷ്യം. 3-ാം ചൊവ്വാഴ്ച അതിൻ്റെ ഇരട്ടി സാക്ഷ്യമാണ് വരണത്. അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും സാക്ഷ്യം പറയാതിരിക്കരുത്. തന്നെയല്ല ഉടമ്പടി പാലിച്ച് ചെയ്തിട്ടുള്ള മക്കളെല്ലാം അത് കണ്ടിന്യൂ ചെയ്യണം. എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ വന്നത് പുതുക്കി കുമ്പസാരിച്ചിട്ട് അത് പുതുക്കി രണ്ടാമത് തുടങ്ങി വെച്ചേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ആശംസകളോടെ ഫ്ലെക്സ് നിങ്ങളുടെ ദേശത്ത് ഇടവകയിൽ വെക്കുന്നതിന് വേണ്ടി ജപമാല പ്രാർത്ഥനയുടെ ആശംസകളും സന്ദേശങ്ങളും കൈമാറുന്ന ഫ്ലെക്സ് നിങ്ങളുടെ ഇടവകയിൽ വെക്കുന്നതിന് വേണ്ടി അതിൻ്റെ മാറ്റർ കിട്ടാൻ കൃപാസനുമായി ബന്ധപ്പെടേണ്ടതാണ്, ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കൃപാസന ശുശ്രൂഷകൾ നേർച്ചയായിട്ട് നടത്താൻ വേണ്ടി 5000 രൂപയുടെ നേർച്ച കൊടുത്താൽ അത് നേർച്ചയായിട്ട് നിങ്ങൾക്ക് ഓരോ ശുശ്രൂഷ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്താൻ പറ്റും. പ്രത്യേക നിയോഗത്തിന് വേണ്ടി ഒരാളുടെ നേർച്ച മാത്രമേ ഒരു ശുശ്രൂഷ സ്വീകരിക്കത്തുള്ളൂ. ഉടമ്പടി നിത്യാരാധന എല്ലാ ദിവസവും 10 മണി തൊട്ട്, ഉടമ്പടി പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന 10 മണി തൊട്ട് 4 മണി വരെയാണ്. ഉടമ്പടി പ്രാർത്ഥന രാവിലെ 7 മണിക്ക്. ആദ്യ ആഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് എത്താൻ കഴിയുന്നവരെത്തുക. പിന്നെ പ്രധാനം മനസ്സിൽ വെക്കാനുള്ള ഡേറ്റ് 3-ാം ചൊവ്വാഴ്ചയാണ്. അത് 19-ാം തീയതിയാണ്. 19-ാം തീയതിയും സെപ്റ്റംബർ 5-ഉം 19-ഉമാണ് ഇനിയത്തെ ഉടമ്പടി ദിവസങ്ങൾ, ഉടമ്പടി പ്രാർത്ഥനാ ദിവസങ്ങൾ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഇപ്പോൾ നമ്മൾ ഉപവാസത്തിൻ്റെ ദിവസം കൂട്ടിയിരിക്കുക. ആദ്യ ചൊവ്വാഴ്ച ഉപവാസമായിരുന്നു. അതേ പവറോടുകൂടി സാക്ഷ്യം ഇപ്പോൾ ഇരട്ടിച്ച് 3-ാം ചൊവ്വാഴ്ച വരുന്നത് കാരണം അപ്പം തരികയാണ്. അമ്മയപ്പം നിങ്ങൾക്ക് തരുന്നുണ്ട്. കഞ്ഞി മാറ്റിയിട്ട് അമ്മയപ്പം തരികയാണ്. അത് ആശീർവദിച്ചതാണ്.
അതിനൊരു നേർച്ചയായിട്ട് അത് മാറാനുള്ള സാധ്യതയുണ്ട്. കാര്യം അത് നിങ്ങൾക്ക് പിന്നെ ഇത് ഇവിടെ പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് ഇങ്ങനൊരു ചിന്തയിലേക്ക് വന്നത്. പക്ഷേ അത് നന്നായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാര്യം നല്ല അപ്പമാണ്, ഒരാൾക്ക് ആവശ്യത്തിന് വിശപ്പ് കെടുന്ന അപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വെള്ളമാകുമ്പോൾ ശരിയാകും. നമുക്ക് വെള്ളത്തിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയാണ്. കാര്യം ഇത്രയും ആൾക്കാർ കഞ്ഞി കുടിച്ചിട്ട് പാത്രം കഴുകുമ്പോൾ 2 പ്രാവശ്യം ടാങ്ക് ഓവർഫ്ലോ ചെയ്ത്, അപ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ഇപ്പോഴ്. പക്ഷേ മറ്റെല്ലാ ദിവസവും കഞ്ഞിയുണ്ട്. നിങ്ങൾക്കറിയാം, ലോകത്തിൽ എല്ലാ ദിവസവും ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരേ ഒരു സന്നിധാനമാണ് അമ്മയുടേത്. ഇപ്പോൾ തുടങ്ങിയല്ലേ, എത്ര വർഷമായി? ഇപ്പം 300 പേർക്ക് നമ്മൾ ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വരുന്നതല്ലേ, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണതല്ലേ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാവിലെ വരുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബദ്ലഹേം എന്ന പേര് തന്നെ എന്താണ്? അപ്പത്തിൻ്റെ ഭവനം എന്നാണ് പേര്. കൃപാസനവും അപ്പത്തിൻ്റെ ഭവനമാണ്. രാവിലെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് നമ്മൾ 8:30 ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെ ചെയ്യേണ്ട കാര്യം ഇപ്പം നമ്മൾ അല്ലെങ്കിൽ പുറത്തു പോയി കഴിച്ച് സമയവും പോകും, കുറേ കാശുമാകും. അതുകൊണ്ടാണ് സഹായിക്കാൻ. പിന്നെ നിങ്ങൾ പ്രാർത്ഥനയുടെ അച്ചടക്കം പോകും. പ്രാർത്ഥന അച്ചടക്കം പോണതുകൊണ്ടാണ് അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് അകത്താക്കിയത്. ഇപ്പോൾ നമ്മളെന്താ ചെയ്യണത്? ഇവിടെ വെക്കാൻ അത്രയും ആളില്ല. ഇവിടുത്തെ പ്രൈസ് വരുമ്പോൾ 8 മണിയൊക്കെ ആകും, 9 മണിയൊക്കെ ആകും. ഇപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചാലും ശരി, 100 കണക്കിന് ദോശയും അല്ലെങ്കിൽ മറ്റു സാധനം കടയിൽ നിന്ന് വാങ്ങിച്ച് സംഭരിച്ച് വെച്ചേക്കുകയാണ്. വന്നവർക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. നല്ല ബ്രേക്ക്ഫാസ്റ്റ്, കുഴപ്പമില്ല നിങ്ങൾക്ക്. പക്ഷേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്വസരക്കാഴ്ച ഒരു ബക്കറ്റ് വെച്ചേക്കും. അല്ലാതെ കൊണ്ടുനടന്ന് പിരിപ്പിക്കാനും മേടിക്കാനും ഇവിടെ ആളില്ല. അത് കൃപാസനത്തിൻ്റെ രീതിയുമല്ല. പിന്നെ അത് ആ ശുശ്രൂഷ നടന്നുകൊണ്ട് പോകാം. പിറ്റേ ആഴ്ചയിലും പിറ്റേ ദിവസം വരുന്ന ആൾക്കാരില്ലേ, അവർക്കും കൊടുക്കണ്ടേ. അതുകൊണ്ടൊരു സ്വസരക്കാഴ്ച അവിടെ ഒരു പാത്രം വെച്ചേക്കും. അപ്പോൾ ആൾക്കാരത് ഇടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും തന്നെ ആളുള്ള ദിവസം തിങ്കൾ ടു വ്യാഴം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണവും ഫ്രീ ആണ്. കാര്യം അതൊക്കെ എല്ലാം പുറത്തു പോയി. ഇത് മാതാവിടിക്ക് നമ്മൾ ഒരു തവിയാണ് കഴിക്കണമെങ്കിലും അത് നേർച്ചയാണ്. നേർച്ചയാണെന്ന് സാക്ഷ്യങ്ങൾ കേട്ടില്ലേ? കഞ്ഞിയുടെയും പയറിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ നിങ്ങൾ? അല്ലേ? കഞ്ഞിയുടെയും പയറിൻ്റെ സാക്ഷ്യം പറഞ്ഞില്ലേ? അങ്ങനെ എത്രയോ പേർക്ക് സാക്ഷ്യം ഉണ്ടാവും, അവർ പറയാഞ്ഞിട്ടില്ലേ? അപ്പം കൃപാസനത്തിൽ നിന്ന് എന്ത് കിട്ടി? ഞങ്ങളത് ചെയ്യണത് എന്താണെന്നറിയാവോ? ഞങ്ങളിത് കൊണ്ടുപോയി അരി, പയർ, മഞ്ഞൾ, കുരുമുളക്, ഉപ്പ് എല്ലാം അവിടെ വെച്ച് സ്റ്റോർ റൂമിൽ വെച്ച് പരിശുദ്ധ കുർബാന അങ്ങോട്ട് കൊണ്ടുപോകും. പരിശുദ്ധ കുർബാന എല്ലായിടത്തും കൊണ്ടു നടന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം പരിശുദ്ധ കുർബാന ഞങ്ങൾ 10-30 പേര് കൂടി സ്റ്റോറിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് കർത്താവിനെ കൊണ്ടെല്ലാം ആശീർവദിപ്പിക്കും. അങ്ങനെയാണ് കൃപാസന ഭക്ഷണം ആശീർവദിക്കണത്. അതുകൊണ്ടാണ് ഈ അടയാളം കർത്താവ് കാണിക്കുന്നത് എല്ലായിടത്തും. ഇനിയിപ്പോൾ മുറികൾ നമ്മൾ വണക്കമാസത്തിന് കുറച്ച് പൈസ നമുക്ക് കിട്ടി. അപ്പം മുറികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഒക്ടോബർ മാസം മുതൽ മരിയൻ ദിവസ് മുറിയിൽ കൂടി താമസിക്കാൻ പറ്റും. അപ്പോൾ ഒരുമിച്ച് വരാം, ഫാമിലിയായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും കൂടി ഒരു മുറി കൊടുക്കും. നമ്മൾ 10 മുറി ഇപ്പം ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം വരുമ്പോൾ ഇപ്പോഴൊരു പ്രശ്നമുള്ളത്, നിങ്ങൾ അവിടെ നിൽക്കുന്നവർക്കറിയാമല്ലോ, ആദ്യ ചൊവ്വാഴ്ചയ്ക്ക് ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അത്രയും റൂഫ് താഴെയാണ്. ഇവിടെയും ചൂടാണ്. നിങ്ങൾക്ക് ഞാനും ഉൾപ്പെടെ വേർത്ത് ഒലിച്ചിട്ട് ആൾക്കാർ വല്ലാണ്ടാകുന്നു. അപ്പോൾ ഞാനത് കുറേ നാൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാശയം വന്നിട്ടുണ്ട്. അതായത് ഇതെല്ലാം സിംഗിൾ റൂഫാക്കാൻ പോവുകയാണ്. അതായത് ഇവിടം തൊട്ട് ഈ കെട്ടിടം മുഴുവൻ പൊളിച്ചിട്ട് ഇവിടം തൊട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം മാത്രമേ നമുക്ക് പ്രാധാന്യമുള്ളൂ. ബാക്കി നമുക്ക് എന്ത് വേണമെങ്കിൽ പൊളിച്ചു മാറ്റാം. അപ്പോൾ ഈ നിത്യാരാധന അവിടെ നിൽക്കും. അത് ഇത് കർത്തന്. എന്നിട്ട് ഇവിടുന്ന് മുകളിലോട്ട് എടുത്ത് 10-20 അടി പൊക്കിയിട്ട് റൂഫ് എടുത്തിട്ട് അവിടെ അറ്റം വരെ, അതിർത്തി വരെ വലിയ സിംഗിൾ റൂഫാക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല പൊക്കം കിട്ടും. അപ്പോൾ അതിൻ്റെ ബാൽക്കണിയിലൊക്കെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. 10-600 പേർക്ക് കൂടുതൽ ആൾക്കാരെ കൊള്ളാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ആശയം അച്ഛൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ഇന്നു മുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ചൂട് കുറയുകയും ചെയ്യും, കുറേ കൂടി ആൾക്കാരെ നമുക്ക് സ്വീകരിക്കാനും പറ്റും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒരു വിഷയമെല്ലാം സമർപ്പിച്ചുകൊണ്ട് കൃപാസനത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളിലേക്ക് കൂടുതൽ സൗകര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേലും അതിൻ്റെ സമ്പത്ത് കിട്ടാനും അത് നടന്ന് ഭംഗിയായി നടക്കാൻ വേണ്ടി ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കർത്താവേ സിംഗിൾ റൂം കർത്താവേ സിസ്റ്റത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ ചെയ്ത് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ അതിന് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളുടെ മേലും അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ ഇടപെടണമേ. നേർച്ച പുസ്തകങ്ങളെ ആശീർവദിക്കാൻ പോകുന്ന നേർച്ച പുസ്തകം ഉയർത്തി പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്യട്ടെ.
വിശ്വാസ പ്രമാണം. Lord Jesus Christ, pour out your spirit, a fire finger, soak with the precious blood, the customers and Hades, and troubles and accidents from you. By God the Father Almighty, who made heaven and earth as in the country, and may bless him, bringing health and peace and health and family. And go to the Catholic Church, the power of Jesus Christ, with the medicine of Holy Priesthood, I bless the Holy Spirit. Those who have grace and peace and power. പ്രിയപ്പെട്ടവരെ, 2 പവൻ്റെ ഒരു മാല കാണാതെ പോയിട്ടുണ്ട് ഓഫീസിൻ്റെ വാതിക്കന്ന്. അത് കിട്ടിയിട്ടുള്ളവർ എത്രയും വേഗം ഓഫീസിൽ എത്തിക്കണം, ഇന്ന് തന്നെ എത്തിക്കണം. അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരുന്നാൽ അതിനേക്കാൾ വലിയ ആപത്തുണ്ടാകും. കാര്യം ആ മതസന്നിധാനത്തിൽ നിന്നാണ് നിങ്ങൾ കൈമുതലാക്കണത്. അത് പിന്നെ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ എല്ലാം അത് ബാധിക്കും. നിങ്ങളുടെ 2 പവന് തൊട്ട് 200 പവനുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് മതസന്നിധാനത്തിൽ വീണിട്ടുള്ള ഒരു വസ്തു നിങ്ങളല്ലെങ്കിൽ അപ്പം തന്നെ ഓഫീസിൽ എത്തിച്ചേക്കണം. സമാപന ആശീർവാദത്തിന് മുമ്പ് ഈ നീലത്തിരി, കരിനീലത്തിരി ഒരു നടയിൽ കത്തിച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞു പറയുവാണ് പ്രാർത്ഥിക്കേണ്ടത്. കൈവിരിച്ച് മുട്ടതെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കൃപാസനത്തിൽ വന്നത്? ആ പ്രാർത്ഥന. ഉപ്പ് രോഗികൾക്ക് കൊടുക്കാം, പരുവും കുരുവുള്ളവർക്ക് പുറത്ത് കൊടുക്കാം, മറ്റ് ദുശീലങ്ങളുള്ളവർക്ക് ഭക്ഷണത്തിൽ കൊടുക്കാം. തേനും ഗർഭിണികളും കുഞ്ഞുങ്ങളും ആണ് ഉപയോഗിക്കുന്നത്. തേന് നാക്കിൽ തൊട്ടാണ് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് 3 തുള്ളിയോ 9 തുള്ളിയോ കഴിക്കേണ്ടത്. ഉപ്പും അതുപോലെ തന്നെയാണ്. കുർബാന മുടക്കരുത്, കുടുംബ പ്രാർത്ഥന മുടക്കരുത്. ഇപ്പം ചെവിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും ഒരു ചെവി കർത്താവ് കാണിക്കുന്നുണ്ട്, ചെവിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ സാക്ഷ്യം പറയേണ്ടതാണ്. ഇപ്പോഴല്ല, പിന്നീട്. ബ്രസ്റ്റിനെയും മൂക്കിനെയും കർത്താവ് കാണിക്കുന്നുണ്ട്. അവസാന നിമിഷങ്ങളിൽ കർത്താവ് കൂടുതൽ സന്ദേശം തരുന്നുണ്ട്. ബ്രസ്റ്റിനെയും മൂക്കിനെയും കർത്താവ് കാണിക്കുന്നുണ്ട്. അതും കർത്താവ് സുഖപ്പെടുത്തുകയാണ്. ചൊരിയുന്ന സൗഖ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, അങ്ങ് നൽകുന്ന അടയാളങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഈശോയെ മഹത്വം. കുർബാന ആരാധനയിൽ ആശീർവാദം ഉള്ളപ്പോൾ ഈ നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കണം. നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഓഫീസിൽ ചെന്നിട്ട് 100, 200, 300, 500 ഉള്ള പത്രക്കെട്ടുകൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടി കർത്താവിന് വാങ്ങിച്ചുകൊണ്ട് പോകണം. പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഈ ആഴ്ച തന്നെ അതെല്ലാം പകുതി ക്രിസ്തീയ മേഖലയിലും പകുതി അല്ലാത്ത മേഖലയിലും കൊടുത്തിട്ട് സുവിശേഷം പ്രചരിപ്പിക്കേണ്ടതാണ്. അതാണ് കൃപാസനത്തിലെ ഏറ്റവും വലിയ നേർച്ച. അത് നിങ്ങളുടെ കാര്യം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വിശുദ്ധ മണ്ണിൽ ചവിട്ടിയത്? മാതാവിൻ്റെ മുമ്പിൽ പറയണം, മാതാവേ, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഞാൻ 500 പത്രം മേടിച്ച്, അല്ലെങ്കിൽ 100 പത്രം മേടിച്ച്, ഒരു പൈസ ഇല്ലാത്തവർ 50 പത്രം മേടിച്ച് ഞാൻ പ്രേക്ഷിത വേല ചെയ്യുന്നു എന്ന് പറഞ്ഞു വേണം നിങ്ങൾ പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി പ്രേക്ഷിത വേല ചെയ്യാൻ. അത് നേർച്ചയാണ് ഇവിടുത്തെ. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. സമാപന ആശീർവാദം കഴിഞ്ഞാൽ ഉടനെ 4 ലൈനുകളാണ്. കാര്യം നിങ്ങൾ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഒന്ന് കർത്താവിൻ്റെ തിരുസന്നിധി നിങ്ങൾക്ക് കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാലെ വെച്ചിട്ട് സ്വർഗസ്ഥനായി ചെയ്തിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കാം. അല്ലാത്തവർ മാതൃസന്നിധാനത്തിലേക്ക് കടന്ന് വന്നിട്ട് മാതാവിൻ്റെ സന്നിധാന ചില്ലയിൽ മുട്ടിച്ചിട്ട് സ്വർഗസ്ഥനായി ചെയ്തിട്ട് അവിടെയുള്ള ബക്കറ്റിൽ നിങ്ങളുടെ നേർച്ച സമർപ്പിക്കാവുന്നതാണ്. ഗർഭിണികളായിട്ടുള്ളവർ തൂണിൻ്റെ ലൈനിൽ വന്നിട്ട് ദിവ്യകാരുണ്യം തൊട്ടിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ അപ്പോഴവരെ അമ്മമാരെ സ്പർശിച്ച് അവർക്ക് സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഗർഭിണികൾ മാത്രമാണ് ഇങ്ങനെ വരേണ്ടത്. പിന്നെ കടുത്ത രോഗികൾ, ക്യാൻസർ രോഗികളാണ്. അവരാണ് ചീട്ടെടുക്കാൻ ദിവ്യകാരുണ്യത്തെ തൊട്ട് പ്രാർത്ഥിക്കാൻ. ദിവ്യകാരുണ്യം നമുക്ക് തൊടാൻ പറ്റത്തില്ല, വെയിലിട്ടിട്ടുണ്ടാകും. ആ വെയിലെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ അച്ഛന് തന്നാൽ ആ 25 പേര്, അതായത് കടുത്ത രോഗികളാണ് ഉദ്ദേശിക്കുന്നത്. ആ കടുത്ത രോഗികൾ മാത്രം വന്നിട്ടാണ് ദിവ്യകാരുണ്യത്തെ തൊട്ടിട്ട് അവർ ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ പവറാണ്. പക്ഷേ ദിവ്യകാരുണ്യമാകുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ വ്യത്യാസം. പക്ഷേ അത് കടുത്ത രോഗികൾക്ക് വേണ്ടി മാത്രമേ ഉള്ളതാണ്. അത് ഓർത്ത് വേണം അവിടെ നമ്പർ വാങ്ങിക്കാൻ. അത് 25 പേരാണ്. പ്രൈസ് ദി ലോർഡ്. സമാപന ആശീർവാദം സ്വീകരിക്കാം. സ്തുതിയുടെ ഹല്ലേലൂയ. വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, പത്രം ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ, യേശുവേ വിളിച്ചപേക്ഷിക്കട്ടെ. കർത്താവായ ദൈവമേ, ദീർഘവസ്തുക്കൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ, അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ മേല്
അവിടെ നിയോഗങ്ങളുടെ മേല് കൃപ ചൊരിയണമേ കർത്താവേ. കൃപാസനം പത്രം ഉയർത്തി കർത്താവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ കർത്താവേ. ഈ നേർത്ത വസ്തുക്കൾ കർത്താവേ, കൃപാസനം തിരികത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവേ, നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിറയണമേ കർത്താവേ. രോഗികളെ ആശീർവദിക്കുന്നവർ തന്നെ പറയുന്നു കർത്താവേ. ജീവിത വിഷമതകളും സങ്കടങ്ങളും കുടുംബ സമാധാനമില്ലാതെ ക്ഷമിക്കുന്നവരെ അങ്ങ് സ്പർശിക്കുന്നവർ തന്നെ പറയുന്നു കർത്താവേ. രോഗികളായ വീടുകളിൽ കിടക്കുന്ന വാർദ്ധക്യമേറിയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സൗഖ്യം നൽകുന്നവർ തന്നെ പറയുന്നു. ആശുപത്രിയിൽ കിടക്കുന്നവരെ ആശീർവദിക്കുന്നവർ തന്നെ പറയുന്നു കർത്താവേ. വിദ്യാഭ്യാസ മേഖലകളെ അങ്ങ് ശക്തിപ്പെടുത്തുന്നവർ തന്നെ പറയുന്നു കർത്താവേ. തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ഷുഗർ രോഗങ്ങള്, പ്രഷർ രോഗങ്ങള്, പാർക്കിൻസൺ രോഗങ്ങള് കർത്താവേ, അടിമപ്പെട്ടവരെയും എല്ലാവരെയും സ്പർശിക്കുന്നവർ തന്നെ പറയുന്നു കർത്താവേ. മദ്യപാനികളെ സ്പർശിക്കുന്നവർ തന്നെ പറയുന്നു. തെറ്റായ ബന്ധങ്ങൾ കഴിയുന്നവരെ സ്പർശിക്കുന്നവർ തന്നെ പറയുന്നു ഈശോയെ. അവിടുത്തെ സാന്നിധ്യത്തെ തന്നെ പറയുന്നു. തൊഴിൽ മേഖലകളെ ആശീർവദിക്കുന്ന തന്നെ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് ഈശോയെ ആരാധിക്കാം.